ഓക്കെ. അപ്പം ഹലോ എവരി വൺ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്. എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു. ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അബ്ദുൽ റൌഫ്. ഞാൻ ഒരു IT പ്രൊഫഷണലാണ്. സൈക്കോളജി പഠിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. എൻ്റെ സ്വദേശം മലപ്പുറമാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ലോസ് ആഞ്ചലസ് എന്ന് പറയുന്ന ഒരു സിറ്റിയിലാണ്, US-ൽ. നമ്മളിപ്പോൾ ഉള്ളത് ട്രെയിനേഴ്സ് ടോക്ക് സീരീസിലാണ്. പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ് ഇവിടെ സ്പീക്കേഴ്സ് ആയിട്ട് വരുന്നത്. ഞാനും പ്രൊഫഷണൽ ട്രെയിനിങ്ങിൻ്റെ 22nd ബാച്ചിലെ ഒരു ആസ്പിരൻ്റ് ട്രെയിനറാണ്. സൈക്കോളജി പഠിക്കാൻ തുടങ്ങിയ സമയത്താണ് പല സെഷനുകളും എടുക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെയാണ് കുറച്ചൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളും കൂടെ ഒക്കെ പഠിക്കാനുണ്ട് എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഫൈസൽ സർ ലീഡ് ചെയ്യുന്ന ട്രെയിനേഴ്സിൻ്റെ കോഴ്സിന് ജോയിൻ ചെയ്തത്. വളരെ നന്നായിട്ട് തന്നെ പോകുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് പഠിക്കാൻ പറ്റി. കുറേ കാര്യങ്ങളൊക്കെ തിരുത്താനും കുറേ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും സാധിച്ചിട്ടുണ്ട്. ആൻഡ് ഐ ക്യാൻ സീ ഇറ്റ് ഇൻ മൈസെൽഫ്. അപ്പം അതാണ് എന്നെ പറ്റിയുള്ള ഒരു ഇൻട്രോ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ അഡിക്ഷൻ എന്ന് പറയുന്നത്. നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ഒരു വിഷയമാണ് അഡിക്ഷൻ എന്ന് പറയുന്നത്. പലതരം അഡിക്ഷനുകളുണ്ട്. ആൽക്കഹോളിനോട് അഡിക്ഷൻ ഉള്ളവരുണ്ട്, അതുപോലെ ഡ്രഗ്സിനോട് അഡിക്ഷൻ ഉള്ളവരുണ്ട്. വളരെ രസകരമായ ചില അഡിക്ഷനുകളും ഉണ്ട്, നമ്മൾ കേട്ടിട്ടുണ്ട്. രാവിലെ പത്രം വായിക്കുന്നത് അഡിക്ഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്. ചായ കുടിക്കുന്നതിനോട് അഡിക്ഷൻ അല്ലേ, അതുപോലെ സിനിമ കാണുന്നതിനോട്, ഗെയിം കളിക്കുന്നതിനോട്, അതല്ലെങ്കിൽ ഒരു കുറേ കൂട്ടുകാരെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്, വായിക്കുന്നത്, ഇങ്ങനെ പലതരത്തിലുള്ള നല്ലതും നല്ലതല്ലാത്തതുമായിട്ടുള്ള അഡിക്ഷനുകളുണ്ട്. അപ്പം ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷം വരികയും അത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യാൻ തോന്നുകയും അതേസമയം അത് ചെയ്തില്ലെങ്കിൽ ഒരു സ്ട്രെസ്, അതല്ലെങ്കിൽ ഒരു ഒരു റെസ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുകയും ചെയ്യുന്ന അതിനെ നമുക്ക് അഡിക്ഷൻ എന്ന് വിളിക്കാം, വളരെ ലളിതമായിട്ട്. അപ്പം ഇന്ന് ഇവിടെ ബിഹേവിയറൽ അഡിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിനെ അധികരിച്ചുകൊണ്ട് നമ്മളോട് സംസാരിക്കുന്നത് മുരളി സാറാണ്. മുരളി സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് തന്നെ പറയാം. സൈക്കോളജിസ്റ്റ് ആണ്. അദ്ദേഹം സോഫ്റ്റ് സ്കിൽ ട്രെയിനറാണ്. ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാക്കൽറ്റി ആയിട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു മെന്റലിസ്റ്റ് ആണ്. അതിനേക്കാളൊക്കെ അപ്പുറം അദ്ദേഹം ഒരു മികച്ച പ്രാസംഗികൻ കൂടിയാണ്. അപ്പം ഞാൻ അദ്ദേഹത്തെ ആദരപൂർവ്വം ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ സെഷൻ കേൾക്കാനായിട്ട് വന്നിട്ടുള്ള എല്ലാവരെയും വളരെ സ്നേഹപൂർവ്വം ഈ സെഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെഷൻ ആരംഭിക്കുന്നതിനായി ഞാൻ മൈക്ക് മുരളി സാറിന് കൈമാറുന്നു. താങ്ക് യു. താങ്ക് യു പ്രൊഫസർ. താങ്കളുടെ എന്നെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി. ആദ്യം വൺസ് അഗൈൻ ഗുഡ് ഈവനിങ് എവരി വൺ. ഗുഡ് ഈവനിങ്. എല്ലാവർക്കും എൻ്റെ സ്നേഹാഭിവാദനങ്ങൾ. എല്ലാവരും എന്നെ നല്ല അസലായി കാണുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. എൻ്റെ ശബ്ദം നിങ്ങൾ നല്ല അസലായി കേൾക്കുന്നു എന്നും ഞാൻ വിചാരിക്കുന്നു. ശരിയല്ലേ? മുന്നോട്ട് പോയാലോ? റൈറ്റ്. കാണാം സാർ. യെസ്. അഡിക്ഷൻ, റൌഫ് സാർ ഇവിടെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു അഡിക്ഷൻസിനെ കുറിച്ച്, പലതരത്തിലുള്ള അഡിക്ഷൻസ്. എനിക്കൊരു ചോദ്യം നിങ്ങളോട് ആദ്യം ചോദിക്കാനുള്ളത്, ഹൗ ക്യാൻ യു ഐഡന്റിഫൈ എ പേഴ്സൺ ഹു ഈസ് അഡിക്റ്റഡ് ടു സംതിങ്? എന്തെങ്കിലും ഒന്നിനോട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരാളെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ എങ്ങനെ? എന്തായിരിക്കും, എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും അദ്ദേഹത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക? ഇപ്പൊ റോഡ് സൈഡിൽ കുടിച്ച് പറയും മാഡം. കുടിച്ചു കിടക്കുന്ന അല്ലാതെ അല്ലെ, റോഡ് സൈഡിൽ കുടിച്ച് പാമ്പായി കിടക്കുന്ന ഒരാള് അഡിക്റ്റഡ് ആണെന്ന് പറയേണ്ട ആവശ്യമില്ല നമ്മൾ, അല്ലേ? അതുപോലെ പണ്ടത്തെ തീവണ്ടിയിലെ പോലെ പുഴക്കുഴലുമായിട്ട് സഞ്ചരിക്കുന്ന ഒരാള് പിന്നെ പുകവലിക്ക് അഡിക്റ്റഡ് ആണെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അതല്ലാതെ ജീവിതത്തിന്റെ എന്താ പറയാ മറ്റു സാഹചര്യങ്ങളിൽപ്പെട്ട് ഇങ്ങനെ ഒരു അഡിക്റ്റഡ് എന്ന അവസ്ഥയിലേക്ക് പോകുന്ന ആളുകളെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുമോ പലപ്പോഴും? കഴിയും. നമ്മുടെ കൂടെ ജീവിക്കുന്നവരെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളുടെ ആണെങ്കിലും സ്വന്തം ദിനചര്യകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ മറന്ന് ഒരു കാര്യത്തിലോട്ട് കൂടുതൽ ഇൻവോൾവ് ആവുന്ന ലക്ഷണമാണെന്ന് പറയാം, അല്ലേ? തീർച്ചയായും. എന്നാൽ വളരെ ഇന്റിമേറ്റ് സർക്കിളിൽ മാത്രമേ
അത്തരം ഒരു അഡിക്റ്റഡായ വ്യക്തിയെ നമുക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം. സ്വന്തം വ്യക്തി ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, സാമൂഹ്യ ജീവിതത്തിലൊക്കെ തന്നെ ദുരനുഭവങ്ങളിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്ന അവസരത്തിൽ പോലും ഒരു വ്യക്തിയെ പെട്ടെന്ന് നമുക്ക് അയാൾ ഏതെങ്കിലും ഒരു പ്രത്യേക മാനസികാവസ്ഥയ്ക്ക്, പ്രത്യേക ഒരു സ്വഭാവത്തിന്, പ്രത്യേക ഒരു ശീലത്തിന് അഡിക്റ്റഡ് ആണ് എന്ന് പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മറ്റ് അഡിക്ഷനെ അപേക്ഷിച്ച് ബിഹേവിയർ അഡിക്ഷനുള്ള ഒരു വ്യത്യാസം, ഇത് നമുക്ക് പലപ്പോഴും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി വിത്തൗട്ട് ഡ്രഗ്സ് ഓർ ആൽക്കഹോൾ വി കനോട്ട് ഐഡന്റിഫൈ ഇറ്റ് അറ്റ് ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ് എന്നുള്ളതാണ്. പലപ്പോഴും അത് ഇമ്മീഡിയറ്റ് സർക്കിളിൽ മാത്രം, കുടുംബത്തിൽ, അടുത്ത ബന്ധുക്കളിൽ, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ഇടപഴകുന്ന ആളുകളിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ അഡിക്റ്റഡ് ആവുമെന്ന് പറഞ്ഞാൽ, ദ ബിഹേവിയേഴ്സ് ആക്ടിവേറ്റ് ദ ബ്രെയിൻസ് റിവാർഡ് സിസ്റ്റം. റിവാർഡ് സിസ്റ്റം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഡോപ്പാമൈൻ. ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് പ്ലഷർ തരുന്ന ഒന്നിനെയാണ് നമ്മൾ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പ്ലഷർ തരുന്ന ഒരു ഹോർമോണാണ് ഡോപ്പാമൈൻ, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ. അപ്പോൾ ഡോപ്പാമൈൻ അളവ് കുറയുന്നതിനനുസരിച്ച് അത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടി പലപ്പോഴും ഒരു പ്രത്യേക ശീലത്തിന് അടിമയായുള്ള ആൾക്കാർ വീണ്ടും 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 അതിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ശരിക്കും അഡിക്ഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ അഡിക്ഷന് ഒരു പ്രധാനപ്പെട്ട 4 ഫാക്ടേഴ്സ് ഉണ്ട്. ഏതൊക്കെയാണെന്ന് പറയാൻ പറ്റുമോ? ഏത് അഡിക്ഷൻ ആയാലും, ഈവൺ ഇഫ് ഇറ്റ് ഈസ് ആൽക്കഹോൾ ഓർ സബ്സ്റ്റൻസ് അഡിക്ഷൻ, ബിഹേവിയർ അഡിക്ഷൻ, ഏത് തന്നെയായാലും അതിന് 4 അവസ്ഥകൾ, 4 ഫീച്ചേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ 4 എലിമെന്റ്സ്, അല്ലെങ്കിൽ 4 ഫാക്ടേഴ്സ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് 4 C's എന്ന് വേണേൽ നമുക്ക് പറയാം. 4 C's. ഫസ്റ്റ് C is ഫോർ കമ്പൽസീവ് യൂസ് ഓർ ക്രേവിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഇറസിസ്റ്റബിൾ ഇമ്പൾസ് ആണ്. കനോട്ട് സ്റ്റാർട്ട് എ ഡേ വിത്തൗട്ട് ദിസ് ബിഹേവിയർ എന്നുള്ളതാണ് അവസ്ഥ. കമ്പൽസീവായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ഒരു പ്രത്യേക ശീലത്തിലേക്ക്, പ്രത്യേക തോന്നലിലേക്ക്, അല്ലെങ്കിൽ പ്രത്യേക പ്രക്രിയയിലേക്ക് നമ്മൾ സ്ഥിരമായി വലിച്ചിഴക്കപ്പെടുന്നു എന്നുള്ള അവസ്ഥ. ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ കോൺസിക്വൻസസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് സി, കമ്പൽസീവ് യൂസ്. സെക്കൻഡ് ഈസ് കൺട്രോൾ ലോസ്. കൺട്രോൾ ലോസ്, ഇന്നബിലിറ്റി ടു റെസിസ്റ്റ് ഓർ ലിമിറ്റ് ഇന്നർ ഏർജസ്. എല്ലാ ആളുകളും രാവിലെ പ്രഭാതത്തിൽ ഇനി ഞാൻ ഇത് ചെയ്യില്ല എന്ന് പറയും. ഷെയറിങ് ഇൻ ദ മോർണിംഗ് അല്ലേ? പണ്ട് ബെർണാഡ് ഷാ പറഞ്ഞതുപോലെ, ബെർണാഡ് ഷാ പറഞ്ഞു സിഗരറ്റ് വലി നിർത്താൻ വളരെ എളുപ്പമാണെന്ന് പറഞ്ഞിരുന്നു. എന്താ കാരണം ചോദിച്ചപ്പോൾ ഞാൻ എത്രയോ പ്രാവശ്യം നിർത്തിയെന്ന് പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? സിഗരറ്റ് വലി ഞാൻ എത്രയോ പ്രാവശ്യം നിർത്തിയ എന്ന് പറഞ്ഞാൽ എന്താ? സിഗരറ്റ് വലിക്കുന്നത് പലപ്പോഴും നിർത്താൻ ശ്രമിക്കും, പക്ഷേ അത് പ്രത്യേക ഒരു ഘട്ടം കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും. ഇതേ അവസ്ഥ തന്നെയാണ് ഈ കൺട്രോൾ ലോസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു അവിഭാജ്യ ഘടകമാണ്. നമ്മുടെ ഈ ഏതൊരു ബിഹേവിയർ അഡിക്ഷൻ്റെയും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കൺട്രോൾ ലോസ് എന്ന് പറഞ്ഞാൽ ഇന്നബിലിറ്റി ടു റെസിസ്റ്റ് ഓർ ലിമിറ്റ് ദ ഇന്നർ ഏർജസ്. അല്ലെങ്കിൽ എവറി മോർണിംഗ് ഹി സ്വെയർസ് ദാറ്റ് ഐ വിൽ നോട്ട് ഡു ഇറ്റ് hereafter, but the next day again he repeats. Then another C is for continued use. ഈ ഒരു പ്രക്രിയയിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്ഥിരമായി അത് തുടർന്നുകൊണ്ടേ പോവുക എന്നുള്ളതാണ് മറ്റൊന്ന്. ഡിസ്പൈറ്റ് adverse consequences, continued use. Then next C for consequences. നമുക്കറിയാം എന്തൊരു ഇതുപോലുള്ള പ്രക്രിയകൾക്കും അതിൻ്റെതായ ദുരനുഭവങ്ങൾ ഉണ്ടാവും. അത് experience problems in academic field, problems in workplace, occupational area, intrapersonal relationships, psychological distress, അല്ലേ? ഡ്യൂ ടു എക്സസീവ് എൻഗേജ്മെന്റ് ഇൻ എ പെർട്ടിക്കുലർ ആക്ടിവിറ്റി. എന്തൊരു ആക്ടിവിറ്റി നമ്മൾ എക്സസീവായിട്ട് മറ്റെല്ലാ ജീവിത വ്യാപാരങ്ങളെയും മറന്ന്, മറ്റെല്ലാ നമ്മുടെ ദൗത്യവും ഉത്തരവാദിത്വം ഒക്കെ മറന്ന് ഒരു പ്രത്യേക മേഖലയിൽ മാത്രം നമ്മൾ സ്ഥിരമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇദ്ദേഹം ഒരു കല്യാണത്തിന് പോവില്ല, മരിച്ച വിട്ടു പോവില്ല. കാരണം എന്തിനാണോ ഇദ്ദേഹം എൻഗേജ് ആയിട്ടുള്ളത് അത് മാത്രം ചെയ്യണമെന്നുള്ള ഒരു സ്ഥിരമായ ത്വര, ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദ നെഗറ്റീവ് കോൺസിക്വൻസസ്. അപ്പോൾ ഈ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസിനും അതുപോലെ ബിഹേവിയർ അഡിക്ഷനും ചില സിമിലാരിറ്റീസ് ഉണ്ട്. സിമിലാരിറ്റീസ് എന്താ പറഞ്ഞാൽ, ഒന്ന് ക്രേവിങ്ങിന്റെ കാര്യത്തിൽ ഇത് രണ്ടിലുണ്ട്. സബ്സ്റ്റൻസിലുണ്ട്, ബിഹേവിയറിലുണ്ട്. ലോസ് ഓഫ് കൺട്രോളിൽ ഇത് രണ്ടിലുണ്ട്. അതുപോലെ തന്നെ വിഡ്രോവൽ സിംറ്റംസ് ഇത് രണ്ടിലുമുണ്ട്. പക്ഷെ ഒരു വ്യത്യാസം, സബ്സ്റ്റൻസും അതുപോലെ ആൽക്കഹോൾ അബ്യൂസും ആണെങ്കിൽ നമ്മൾ വിഡ്രോവൽ എടുക്കുമ്പം സൈക്കോളജിക്കൽ ഡിസ്ട്രസ്സിന് പുറമെ ഫിസിക്കലായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. കൈക്ക് വിറയലുണ്ടാവുക,
അത് കാരണം അത് നമ്മൾ ശരീരത്തിനുള്ളിലേക്ക് എടുക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ചില അനുരണനങ്ങൾ, ചില പ്രതികരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിലും അതുണ്ടാക്കും. പക്ഷെ ഇതിന് ശരീരത്തിൽ എങ്ങനെ ഉണ്ടാകും? കാരണം ഇത് ശരീരത്തിന് പുറത്തുള്ള കാര്യങ്ങളാണ്, കളികളാണ്. അതുകൊണ്ട് അതിന് ആ രൂപത്തിൽ സംഗതി ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ സൈക്കോളജിക്കലായിട്ട് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളും ഉണ്ടാവും. അതുപോലത്തെ കോൺസിക്വൻസുകൾ അത് തന്നെയാണ് സ്ഥിതി. കോൺസിക്വൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഫിസിക്കലും അതുപോലെ തന്നെ സൈക്കോളജിക്കലായിട്ട് ഒരു പ്രശ്നം നമുക്ക് പിന്നെ ആൽക്കഹോളിലും ഡ്രഗ് അബ്യൂസിലും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ ബിഹേവിയർ അഡിക്ഷൻസിന് ശാരീരികമായ കോൺസിക്വൻസസ് അങ്ങനെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും, കൺട്രോൾ ലോസിന്റെ കാര്യത്തിലായാലും പിന്നെ കണ്ടിന്യൂറ്റിന്റെ കാര്യത്തിലായാലും എല്ലാറ്റിലും ഇത് ഒരേ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേക ഫീച്ചേഴ്സ്, ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് എന്ന് പറയാം ബിഹേവിയർ അഡിക്ഷന്റെ? എപ്പോഴെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൈലിയൻസ് എന്നുള്ളതാണ്. സൈലിയൻസ് എന്ന് പറഞ്ഞാൽ എന്താ? സൈലിയൻസ് മീൻസ് പ്രോമിനൻസ് ഓർ നോട്ടീസബിൾ ആക്ടിവിറ്റി. ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി അയാളുടെ ഈ അഡിക്ഷൻ മാത്രമായി തീരുക. ഗെയിമാണെങ്കിൽ ഗെയിം, ഗാംബ്ലിംഗ് ആണെങ്കിൽ ഗാംബ്ലിംഗ്, അല്ലെങ്കിൽ സ്ക്രീൻ ടൈം ആണെങ്കിൽ അത്, പോർണോഗ്രഫി ആണെങ്കിൽ അത്, ഏത് മേഖലയിലാണോ വ്യാപരിക്കുന്നത് അത് തന്നെയായിരിക്കുക പ്രധാനപ്പെട്ട ജീവിത വ്രതം. മറ്റെന്ത് ജോലി ഉണ്ടെങ്കിൽ, കുടുംബത്തിലൊരു കാര്യം ഉണ്ടെങ്കിൽ, സ്കൂളിൽ കുട്ടികളുടെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യണമെങ്കിൽ, ഭാര്യയുടെ കൂടെ കല്യാണത്തിന് പോകണമെങ്കിൽ, സിനിമയ്ക്ക് പോകണമെങ്കിൽ, എല്ലാ കാര്യങ്ങളും ഇദ്ദേഹം മാറ്റിവെക്കുന്നു. ഓൺലി ഫോർ ഹിസ് ഹാബിറ്റ്. അതാണ് പ്രധാനപ്പെട്ട സൈലിയൻസ് ഇൻ ഹിസ് ലൈഫ്. ദെൻ മൂഡ് മോഡിഫിക്കേഷൻ. ഈ ബിഹേവിയർ മോഡിഫൈ ചെയ്യുന്നുണ്ട് ഇത്. പലപ്പോഴും നിങ്ങൾക്ക് ഈ പ്രൊവൈഡ്സ്, ഞാൻ പറഞ്ഞ നേരത്തെ ഡോപാമൈൻ ആക്ടിവിറ്റി ആവുന്നതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ് പ്രഷർ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എപ്പോഴാണ് പ്രഷറിന്റെ ലെവലും താഴ്ന്നു പോകുന്നു, അദ്ദേഹം വീണ്ടും ഇതിന് ഈ ആസക്തിക്ക് അദ്ദേഹം വീണ്ടും വശംവദനാകുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മറ്റൊന്ന് ടോളറൻസ് ആണ്. നമുക്കറിയാം, മദ്യമാണെങ്കിൽ ആദ്യം ഒരു പെഗ് മദ്യം കഴിക്കും, അതിനെ കൂടെ തന്നെ ഏതാണ്ട് കിക്കൊക്കെ ആകും. പിന്നെ എന്ത് ചെയ്യും? ഒരു മാസം കഴിയുമ്പോൾ ആ ഒരു പെഗ് കൊണ്ട് സാധാരണ അവസ്ഥയായിരിക്കും. അപ്പോൾ മറ്റേ ആദ്യത്തെ അവസ്ഥയിലെത്താൻ രണ്ടാമത്തെ പെഗ് എടുക്കും, മൂന്നാമതെടുക്കും, പിന്നെ ഒരു കുപ്പി മതിയാകാതെ. ഇതേ അവസ്ഥ ബിഹേവിയർ അഡിക്ഷൻ ഉണ്ട്. ആദ്യം അരമണിക്കൂർ ഒരു ഗെയിമിങ്ങിൽ തുടങ്ങിയാൽ പിന്നെ 1 മണിക്കൂറിലും 1.5 മണിക്കൂറിലും 3 മണിക്കൂറിലും പിന്നെ ദിവസം മുഴുവൻ ഇതായി പോകുന്ന അവസ്ഥ. ടോളറൻസ് ലെവല് വർദ്ധിച്ചുകൊണ്ട് വരും. പിന്നെ വിഡ്രോവൽ സിംറ്റംസ് ആണ്. അൺപ്ലസന്റ് ഫീലിങ്സ്, അത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ടു ഡിസ്കണ്ടിന്യൂഷൻ. ഈ ജോലി നിർത്തിക്കഴിഞ്ഞാൽ ഒരുപാട് അൺപ്ലസന്റ് ആയിട്ടുള്ള, ഇയാളെ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, ദുസ്സഹമായ ഒരു ജീവിത സാഹചര്യം ഉണ്ടാക്കുന്ന ഒരുപാട് അവസ്ഥകൾ ഇയാളിൽ തന്നെ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുക. പിന്നെ കോൺഫ്ലിക്ട്സ് ആണ്. സ്വാഭാവികം, നമുക്കറിയാം ഏതൊരു അഡിക്ഷനും കോൺഫ്ലിക്ട്സ് സ്വാഭാവികമാണ്. കോൺഫ്ലിക്ട് വിത്തിൻ യൂസേഴ്സ്, ഇൻ ബിറ്റ്വീൻ ദ യൂസേഴ്സ് ആൻഡ് ദോസ് അറൗണ്ട്. ഇല്ലേ? ചിലപ്പോൾ ഗെയിമിങ്ങിലൊക്കെ ആണെങ്കിൽ അടുത്തൊരു പ്രതിയോഗിയെ തരും. ആ പ്രതിയോഗിയായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം. അതുപോലെ തന്നെ വീട്ടിൽ ആൾക്കാർ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം, കുടുംബത്തിൽ ഉണ്ടാകാം, സമൂഹത്തിലുണ്ടാകാം. എല്ലാ സ്ഥലത്തും കോൺഫ്ലിക്റ്റിലേക്ക് എത്താനും സാധ്യതയുണ്ട്. മറ്റൊന്ന് റിലാപ്സ് ആണ്. ഇത് തിരിച്ചു വരികയാണെങ്കിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ കുറച്ചു കാലം നിർത്തിക്കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ റിവേർഷൻസിന് വേണ്ടി ഉണ്ടാവുന്ന ടെൻഡൻസി, ദാറ്റ് ഈസ് റിലാപ്സ്. ഇനി നമുക്ക് ഓരോ നമ്മുടെ സൂപ്പർഫിഷ്യലായിട്ട് ഓരോ പിന്നെ ഡിസോർഡറിനെ അല്ലെങ്കിൽ അഡിക്ഷനെ നമുക്ക് ഒന്ന് തൊട്ട് തലോടി പോകാം. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് ആദ്യം എടുക്കാൻ പറ്റുന്നത് ഗാംബ്ലിംഗ് ഡിസോർഡർ ആണ്. ഗാംബ്ലിംഗ് ഡിസോർഡറിനെ ഗാംബ്ലിംഗ് എന്ന് പറയുന്നുണ്ട്. ഈ DSM-4 അറിയാം അല്ലേ? ഡയഗ്നോസ്റ്റിക് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെന്റൽ ഡിസോർഡേഴ്സ്. അത് അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ഒരു ഗ്ലോബൽ കോഡിംഗ് സിസ്റ്റമാണ്. അത് പ്രകാരം അതിന്റെ DSM-4-ൽ അതിന്റെ 4th വേർഷനിൽ പാത്തോളജിക്കൽ ഗാംബ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് ഇത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതില് ഗാംബ്ലിംഗ് ഡിസോർഡർ പലപ്പോഴും നമുക്കറിയാം. അടുത്ത കാലത്ത് നിങ്ങളൊക്കെ പത്രത്തിൽ വായിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ഒരു ട്രഷറി ഉദ്യോഗസ്ഥൻ, അദ്ദേഹം അറസ്റ്റിലായി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ തന്റെ മേലുദ്യോഗസ്ഥന്മാരുടെ പാസ്വേഡ് മോഷ്ടിച്ചിട്ട് ഒരുപാട് ഫണ്ട് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്തു. പിന്നെ ധാരാളം പണം, ലക്ഷക്കണക്കിന് പണം ഇയാൾ അട്ടിമറിച്ചു. അങ്ങനെ പിന്നെ അന്വേഷിച്ച് ഒരിക്കൽ പിടിച്ചു നോക്കിയപ്പോൾ ഇയാളെ ബാങ്ക് അക്കൗണ്ടിലൊന്നും ഒരു പൈസയില്ല, ഇയാളുടെ ബന്ധുക്കളുടെ പേരിലൊന്നും യാതൊരു ഡെപ്പോസിറ്റും ഇല്ല, ഇയാൾ യാതൊരു അസറ്റും അക്യുമുലേറ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഈ ലക്ഷങ്ങൾ എവിടെ പോയി എന്ന് അന്വേഷിച്ച് വിശദമായി ചോദ്യം ചെയ്തില്ല മനസ്സിലാക്കുന്നത് മുഴുവൻ ഓൺലൈൻ റമ്മിയിൽ കളഞ്ഞതാണ്.
ഓൺലൈൻ റമ്മി. മറ്റൊരു പെൺകുട്ടി നാട് വിട്ടുപോയി. അവൾ ഇതുപോലെ ഒരു സമ്പാദ്യമില്ല, ബന്ധുക്കൾക്ക് സമ്പാദ്യമില്ല, അവൾ ഒന്നും ഒരു സ്വത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഒരു അക്കൗണ്ടിലും ബാലൻസ് ഇല്ല, നാട്ടിൽ മുഴുവൻ ആൾക്കാർക്ക് പൈസ കൊടുക്കാനുണ്ട്. ഈ പണം മുഴുവൻ എങ്ങോട്ട് പോയി? ഓൺലൈൻ റമ്മിയിൽ വിനിയോഗിച്ചാണ്. അപ്പോൾ ഓൺലൈൻ ഗാംബ്ലിംഗ് എന്ന് പറയുന്നത് മനുഷ്യനെ അവൻ്റെ എന്താ പറയുക കൂപ്പ് കുത്തിക്കുന്ന, അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും ദുരന്തപൂർണമായ ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇപ്പോൾ അതിന് കുറച്ച് നിരോധനമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഓൺലൈനിൽ ഈ റമ്മി മാത്രമല്ല, ഒരുപാട് തരത്തിലുള്ള ഗാംബ്ലിംഗ് ഓൺലൈനിൽ നടക്കുന്നുണ്ട്. അത്തരം ഗാംബ്ലിങ്ങിൽ ഈ ഗാംബ്ലിങ്ങിന് പ്രത്യേകത പറഞ്ഞാൽ ഇത് 4 ഫേസസ് ഉണ്ട്. ഏതൊരു ഗാംബ്ലിങ്ങിനായാലും നിങ്ങൾ മുച്ചീട്ട് കളിക്കാരെ ചന്തയിലും അതുപോലെ തന്നെ ഉത്സവ പറമ്പുകളിലൊക്കെ മുച്ചീട്ട് കളിക്കാർ കളിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ അവിടെ പോയി നിന്ന് കുറച്ച് നേരം ഒബ്സർവ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രധാന കാഴ്ച കാണാൻ പറ്റുന്നത് പറഞ്ഞാൽ ഒരാൾ ഇങ്ങനെ പൈസ വെക്കും, അയാളിങ്ങനെ പൈസ കിട്ടും, വീണ്ടും പൈസ വെക്കും, അയാൾക്കിന് പൈസ കിട്ടും. കാണുന്നവർക്ക് ഇയാൾ നോക്കും, ഇയാൾ നന്നായി അടിച്ചു വാരുന്നുണ്ടല്ലോ എന്ന് തോന്നും. അപ്പോൾ ഒരു മഹാഭാവി ഒന്നും അറിയാണ്ട് അതിൽ കൊണ്ട് വെക്കും. അവൻ്റെ പൈസ വെച്ചത് ഓർമ്മയുണ്ടോ അപ്പോഴേക്ക് പോകും. ഈ കക്ഷി ആരാന്ന് പറഞ്ഞാൽ ഇവരുടെ ആളാ. ഈ കളി നടത്തുന്ന സംഘത്തിൽപ്പെട്ട ഒരാളായിരിക്കും ഇത്. അപ്പൊ അയാള് ഈ മറ്റുള്ളവരെ ടെംപ്റ്റ് ചെയ്യാൻ വേണ്ടി, പ്രചോദിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു വിദ്യയാണിത്. ഇതുപോലെയുള്ള ഏത് ഗാംബ്ലിങ്ങിന് ഒരു ഫേസ് ഉണ്ട്. അതിന്റെ ആദ്യത്തെ ഫേസ് വിന്നിങ് ഫേസ് ആണ്. വിന്നിങ് ഫേസ്. ആദ്യം നിങ്ങൾ 100 രൂപ ഇട്ട 200 കിട്ടി, 200 വെച്ച 400 കിട്ടി, 500 വെച്ച 1000 കിട്ടി. പിന്നെ നിങ്ങൾ കുറെ കൂടുതൽ കിട്ടുമല്ലോ, ഇതിപ്പോൾ ഹരായി തുടങ്ങി. അപ്പൊ നിങ്ങൾ 2000 വെക്കുന്നു, അത് വെച്ചതേ ഓർമ്മയുണ്ടാവും. പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇതിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവൻ പോകും. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥയിൽ ലൂസിങ് ഫേസ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ഫേസിലെത്തും. ലൂസിങ് ഫേസ് എന്ന് പറഞ്ഞാൽ ഇയാളുടെ താല്പര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ലാഭമൊന്നും വേണ്ട, പോയ പൈസ കിട്ടിയാൽ മതിയായിരുന്നു എന്നുള്ളതായിരിക്കും. പോയ പൈസ കിട്ടിയാൽ മതി എന്നുള്ള രീതിയിൽ കളിക്കാൻ തുടങ്ങും. ലൂസിങ് ഫേസ്. ഈ സമയത്ത് ഇയാൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ വീണ്ടും പണം ഇതിലേക്ക് വിനിയോഗിക്കും. ആ ലൂസിങ് ഫേസിൽ ഇയാൾക്ക് ധാരാളം പൈസ പോകാൻ തുടങ്ങുമ്പം മൂന്നാമത്തെ സ്റ്റേജിലേക്ക് ഇയാൾ പോകും. ദാറ്റ് ഈസ് ഡെസ്പറേഷൻ ഫേസ്. ആ സമയത്ത് ഇയാൾ കയ്യിലൊക്കെ പോയിട്ടുണ്ടാവും, അങ്ങനെ ആൾക്കാരുടെ ഒക്കെ വാങ്ങാൻ തുടങ്ങും, അതും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങും. അതിലും നഷ്ടപ്പെടുമ്പോഴാണ് ഇയാള് ഹോപ്പ്ലെസ് ഫേസ് എന്ന് പറയുന്ന നാലാമത്തെ ഏറ്റവും ദുരന്തപൂർണമായ ഒരു ഫേസിലേക്ക് എത്തുന്നത്. ആ അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ ഇയാള് ആളുടെ അടുത്തൊന്നും പൈസ ചോദിച്ചാൽ കിട്ടില്ല, ഇയാൾക്ക് ഒരു വകയും ബാക്കി നിൽക്കുന്നില്ല. അപ്പം എന്ത് ചെയ്യും? ചെറിയ ചെറിയ ക്രൈമുകളിലേക്ക് പോകും. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും ഇയാളുടെ ലക്ഷ്യം. അപ്പൊ ആ രൂപത്തിൽ ഇയാളുടെ പേഴ്സണാലിറ്റി ഓൾ ടുഗദർ, ആദ്യം നന്നായി ജീവിച്ചു വന്നൊരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ മുഴുവൻ തച്ച് തകർക്കുന്ന രൂപത്തിലേക്ക്, അയാളുടെ ജീവിതത്തെ മുഴുവൻ ഉടച്ചു വാർക്കുന്ന രൂപത്തിൽ ഇദ്ദേഹത്തെ മാറ്റി തീർക്കും ഇങ്ങനെയുള്ള ഒരു രീതി. ഇതാണ് ഗാംബ്ലിംഗ് ഡിസോർഡർ, പ്രോബ്ലം ഗാംബ്ലിംഗ് ഓർ പാത്തോളജിക്കൽ ഗാംബ്ലിംഗ് അക്കോർഡിംഗ് ടു DSM-4. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ടതാണ് ഇന്റർനെറ്റ് അഡിക്ഷൻ. ഇന്റർനെറ്റ് അഡിക്ഷനിൽ ഇത് DSM-ൽ 5th എഡിഷനിൽ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറഞ്ഞിട്ട് ICD ലെവലിലുണ്ട്. ഇത് ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസിൽ ഡിജിറ്റൽ ഗെയിമിംഗ് ഓർ വീഡിയോ ഗെയിമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കറിയാം. ഇന്റർനെറ്റ് ഗെയിമിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ അഡിക്ഷൻ ആകുന്ന സംഭവമാണിത്. എൻഗേജ് ഇൻ ഗെയിംസ് അല്ലേ, മെയിൻലി വിത്ത് അതർ പ്ലേസ്. പലപ്പോഴും ഒരു പ്രതിയോഗി ഉണ്ടാവും, ഇതിൽ ഒരു പ്രതിയോഗിയെ കൊടുക്കും ഇന്റർനെറ്റ് തന്നെ. അപ്പോൾ ഈ കുട്ടി കളിച്ചു, തോൽക്കുക, ഒരു ദിവസം ജയിച്ചു, പിറ്റേന്ന് തോറ്റാലും സ്കൂളിൽ പോയാൽ ഇവർ സ്കൂളിൽ പാഠങ്ങളൊന്നും ശ്രദ്ധിക്കാൻ അവന് കഴിയില്ല. കാരണം ഇവൻ ആലോചിക്കുന്നത് വൈകുന്നേരം തിരിച്ചു വന്ന് മറ്റവനെ എങ്ങനെ തോൽപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്ന അവസരത്തിൽ പോലും ഇവന്റെ ചിന്ത മുഴുവൻ ഈ ഗെയിമിലായിരിക്കും. സ്കൂളിൽ പോകുന്നതിന് മുമ്പ്, സ്കൂളിൽ വന്നതിന് ശേഷം, രാത്രി എല്ലാവരും ഉറങ്ങിയതിന് ശേഷമൊക്കെ പൂർണ്ണമായും ഇന്റർനെറ്റിൽ സമയം ചിലവഴിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. ഇപ്പൊ ഇന്റർനെറ്റ് ഗെയിമിംഗ് ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഡിസോർഡറാണ്, എസ്പെഷ്യലി അബൌട്ട് ചിൽഡ്രൻ. ഇതിൽ ഒരുപാട് കോൺസിക്വൻസസ് ഉണ്ട്. ആങ്സൈറ്റി, അതുപോലെ തന്നെ ഇറിറ്റബിലിറ്റി, സാഡ്നെസ്, ഓൾ ദീസ് ആർ ദ ഔട്ട്കംസ് ഓർ കോൺസിക്വൻസസ് ഓഫ് ദിസ് ഡിസോർഡർ. അതും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടുന്ന ഒരു ബിഹേവിയർ അഡിക്ഷൻ ആണ്. മറ്റൊരു സെൽഫോണിന്റെ ഇതിന്റെയൊക്കെ ഒരു ബേസ് ആണത്. സെൽഫോൺ ഫോർമൽ ഡിസോർഡർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സെൽഫോൺ അഡിക്ഷൻ അല്ലേ. പലപ്പോഴും ഞാനിപ്പോൾ ചിലപ്പോൾ ഹോട്ടലിലൊക്കെ പോയി നിൽക്കുമ്പോൾ
ഇങ്ങനെ പുതിയ തലമുറയിലെ പിള്ളേർ ഇങ്ങനെ ഒരു കയ്യിൽ ഫോൺ വെച്ചിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കാണാം. അവൻ എന്താ കഴിക്കുന്നതെന്ന് പോലും അവൻ അറിയില്ല. അടുത്തുള്ളവന്റെ പ്ലേറ്റിൽ നിന്ന് വാരി കഴിച്ചാൽ പോലും അറിയാത്ത അവസ്ഥയാണ്. പണ്ടൊക്കെ നമ്മൾ ഇലയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഓരോ ഭക്ഷണം അല്ലേ നമ്മൾ എന്ത് ചെയ്യും, അച്ചാറ്, അതുപോലെ തന്നെ പുളിയിഞ്ചി, അതിനടുത്ത് കിച്ചടി, അതുപോലെ തന്നെ ഈ പിന്നെ തോരൻ, ഇങ്ങനെ ഓരോന്നും ഓരോ പ്രത്യേക ടേസ്റ്റിൽ ഇങ്ങനെ അണിനിരത്ത് വെക്കും. ഇതെന്തിനാണ്? നമ്മുടെ രസമുകുളങ്ങളെ ഉദ്ദീപിക്കാൻ വേണ്ടിയാ. ഓരോ ടേസ്റ്റും ഇങ്ങനെ നമ്മളെ രുചിക്കുന്ന അവസരത്തിൽ ആ സമയം തന്നെ നമ്മളെ ഡൈജഷൻ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ റൈറ്റ് ഫ്രം ദ വെരി ബിഗിനിങ് ഓഫ് ച്യൂയിങ് ഇറ്റ് സെൽഫ്. അപ്പോൾ ഓരോ രസങ്ങളും നമ്മൾ, അപ്പോൾ ആദ്യം ഒരു എരിവ്, പിന്നെ പുളിയിഞ്ചിയുടെ മധുരവും പുളിയും ചേർന്ന അവസ്ഥ, ഒരു രസമില്ലാത്ത ഓലൻ അല്ലേ, അതിന് മധുരമില്ല, പുളിയില്ല, കയ്പുമില്ല, ഉപ്പുമില്ല, ഒന്നുമില്ലാതെ ഓലൻ. ഇതൊക്കെ തൊട്ട് തലവടി തൊട്ട് തൊട്ട് അപ്പൊ പൂർണ്ണമായൊരു ഭക്ഷണത്തിന് ആസ്വാദ്യത പൂർണ്ണമായി അറിഞ്ഞുകൊണ്ട് അവർ കഴിക്കുന്നത് അല്ലേ. ഇത് നോക്കി പുളിയും ചെയ്യാൻ തിരക്കേടില്ല, അച്ചാറാൻ തിരക്കേടില്ല, എന്തായാലും എല്ലാത്തിനും ഒരേ ടേസ്റ്റ് ആയിരിക്കും അല്ലേ. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ നിങ്ങൾ കാണാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. അപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട ഡിസോർഡറാണ്. ഇതിൽ പ്രധാനപ്പെട്ട സംഭവം വെച്ചാൽ നമ്മൾ എല്ലാവരും തന്നെ നമ്മുടെ ഒരു സെൽഫോൺ എടുത്ത് നോക്കിയാൽ അതിൽ ആ സെറ്റിങ്സിൽ പോയി നോക്കിയാൽ അറിയാം അല്ലേ. ഞാൻ എത്ര മണിക്കൂർ ഫേസ്ബുക്കിൽ അർമാദിച്ചു, ഞാൻ എത്ര മണിക്കൂർ ഇൻസ്റ്റഗ്രാമിൽ നീന്തി തുടിച്ചു എന്നൊക്കെ, വാട്സപ്പിൽ ഞാൻ ആഹ്ലാദപരിധിയായി എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ ആ സ്ക്രീൻ ടൈമിൽ നോക്കിയാൽ മതി. അപ്പൊ ഇങ്ങനെ ഇതിപ്പോ ലോസ് ഓഫ് സെൻസ് ഓഫ് ടൈം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സമയത്തെക്കുറിച്ച് ഏതെങ്കിലും ഒരാളെ വിളിക്കാനായിരിക്കും ഫോൺ എടുക്കുക, പക്ഷേ അയാളെ വിളിക്കുന്നത് പിന്നെ 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും. അന്നേരമായിരിക്കും ബ്രേക്കിംഗ് ന്യൂസ് എന്തോ കാണുക, അതും തൊട്ട് നോക്കി, അപ്പോൾ അതിനെ ലിങ്ക് ചെയ്തിട്ട് വേറൊന്ന് കാണും, അതിലേക്ക് പോയി, അപ്പോൾ ഗ്രൂപ്പിലേക്ക് പോയി, അപ്പോൾ വേറൊരു ഗ്രൂപ്പിലേക്ക് പോയി, അവസാനം വിളിക്കേണ്ട കാര്യം മറക്കുന്നു. അയാളെ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും, ഞാൻ എന്തെങ്കിലും ഫോൺ എടുത്തത് ഇയാളെ വിളിക്കാനായിരുന്നില്ലേ, ശരി അന്നേരേക്ക് വിളിക്കുക. ഇതാണ് പലരുടെയും സ്ഥിതി അല്ലേ, നമ്മുടെ എല്ലാവരുടെയും. അപ്പൊ നെഗ്ലക്ട് ഓഫ് ബേസിക് റൈറ്റ്സ്, ഇത് പലപ്പോഴും നമ്മൾ പ്രധാനപ്പെട്ട നമ്മുടെ ജീവിതത്തിന്റെ എന്താണ് നമ്മുടെ ജീവിത ഉദ്ദേശവും ലക്ഷ്യവും ഒക്കെ പലപ്പോഴും മറന്നുപോയി ഇതിൽ തന്നെ ഇങ്ങനെ വ്യാപരിക്കുന്ന ഒരു അവസ്ഥ ധാരാളം പേർക്കുണ്ട്. പുതിയ തലമുറയ്ക്കുണ്ട്, പഴയ തലമുറയ്ക്കുണ്ട്, എല്ലാ തലമുറയ്ക്കുണ്ട്. അതാണ് ഈ സെൽഫോൺ അഡിക്ഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് അത് അത്ര അധികം ഇല്ലെങ്കിലും ഉള്ളവർക്ക് ഭയങ്കരമാണത്. ഷോപ്പിംഗ് അഡിക്ഷൻ, ഒനിയോമാനിയ എന്ന് പറയാം. ഒനിയോമാനിയ, കമ്പൽസീവ് ബൈയിങ് എന്ന് വേണേൽ പറയാം. കമ്പൽസീവ് ബൈയിങ്. ഇപ്പോ ഇതിനെ അതർ സ്പെസിഫൈഡ് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറിലാണിത് ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എക്സസീവ് സ്പെൻഡിങ് ആണ്. നമ്മളിപ്പോ ഇതിന്റെ ബൈപോളാർ ഡിസീസിന്റെ ഭാഗമായിട്ട് യൂഫോറിക് സ്റ്റേറ്റ് വരുമ്പോൾ ചിലർ ഈ അവസ്ഥയിലേക്ക് പോകാറുണ്ട് അല്ലേ. ഒരുപാട് യാത്ര ചെയ്യുന്ന കൂട്ടത്തിൽ ഒരുപാട് വാങ്ങിക്കൂട്ടി അത് പക്ഷേ ആ ഒരു സ്റ്റേജ് മാറുമ്പം അത് അവസാനിക്കും. പക്ഷെ ഇതൊരു അഡിക്ഷൻ, നമ്മുടെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിലെ അഡിക്ഷൻ ഡിസോർഡറായിട്ട്, ബിഹേവിയർ ഡിസോർഡറായിട്ട് വരുന്ന അവസരത്തിൽ ഇതിനൊരു അന്ത്യമില്ല. ഇയാളിങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ കൂടെ ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു പയ്യന്റെ സ്ഥിതിയായിരുന്നു. ഇവന് വലിയ ഇരയാണ്. ആരുടെ? ഈ അന്ന് ഈ വേണ്ടേഴ്സ് ഉണ്ടല്ലോ, കൊണ്ടുവന്നിട്ട് പുസ്തകം കൊടുത്ത് വിൽക്കുന്ന അവരുടെ ഇരയാണ് ശരിയായിട്ട്. കൊണ്ടുവരും, ഇവൻ ശമ്പളം മുഴുവൻ വാങ്ങും, പിന്നെ ആൾക്കാർ പൈസ കടം വാങ്ങിയിട്ട് വാങ്ങും. അങ്ങനെ വാങ്ങി മുടിഞ്ഞു പോയൊരു ചങ്ങാതിനെ എനിക്കറിയാം. ഇവന് വായിക്കുകയില്ല, ഒന്നും ചെയ്യില്ല, ഇവ വാങ്ങണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡ്രസ്സ് വാങ്ങിക്കുക, എന്തെങ്കിലും ഒന്ന് വാങ്ങണം. നമ്മൾ മലയാളത്തിൽ ഉപഭോഗ തൃഷ്ണ എന്നൊക്കെ പറയും അല്ലേ, അതിൻ്റെ സാധനം. അപ്പോൾ ഇതിനെ കമ്പൽസീവ് ബൈയിങ്, അപ്പോൾ എക്സസീവ് സ്പെൻഡിങ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറിലാണ്. DSM-3 ഇത് വന്നിട്ടുണ്ട്, പക്ഷേ DSM-4 5 അത് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മറ്റൊരു പ്രധാനപ്പെട്ട ഡിസോർഡറാണ്. ഇനി മറ്റൊന്നാണ് ഈറ്റിംഗ് അഡിക്ഷൻ, ബിഞ്ച് ഈറ്റിംഗ്. ഇത് ICD-11 ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഡിസോർഡേഴ്സിൽ ഇത് ഫീഡിങ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ എന്നുള്ള രൂപത്തിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ കോഡിങ്ങിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഈറ്റിംഗ് ഡിസോർഡറിന് ഈറ്റിംഗ് പാത്തോളജി എന്ന് പറഞ്ഞാൽ, ഈറ്റിംഗ് ഡിസോർഡർ പല രൂപത്തിലുണ്ട് അല്ലേ. DSM-4 ഈറ്റിംഗ് ഡിസോർഡറിനെ 3 കാറ്റഗറിയിലാണ് പെടുത്തിയിട്ടുള്ളത്. ഈ സുന്ദരിമാര് അവരുടെ സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി കീറ്റോ ഡയറ്റൊക്കെ ചെയ്യുന്നു നമ്മൾക്കറിയാം അല്ലേ. വളരെ ശുഷ്കിച്ച് ഉണങ്ങി മെലിഞ്ഞു പോയി, അവസാനം അടുത്ത കാലത്തൊരു മോഡലോ മറ്റോ മരിച്ചു അല്ലേ. ഇങ്ങനത്തെ ഒരു ഡയറ്റ് എടുത്തെടുത്ത് പത്രങ്ങൾ വായിച്ചില്ലേ നിങ്ങളെ. അപ്പോ അതിന് അനോറക്സിയ നെർവോസ അല്ലേ, ഈ ഭക്ഷണത്തോട് ഒരു എവേർഷൻ,
ഉണ്ടാകുന്ന അവസ്ഥ. അതുപോലെ തന്നെ ബുളീമിയ നെർവോസ, ഭക്ഷണം തിന്നാൻ മതിയാവാത്ത അവസ്ഥ. ഇതൊന്നും പെടാത്ത മറ്റു ചില ഈറ്റിംഗ് ഡിസോർഡേഴ്സ്. ഇതും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഇതിനെക്കുറിച്ച് ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ ഓരോ സെഷൻ വെച്ച് ചർച്ച ചെയ്യാൻ പറ്റും ഇത്. പക്ഷെ നമ്മൾ ആകെ മൊത്തം ഈ വിഷയത്തെ പരിലാളനകളും എന്താ പറയുക കരപരിമേളനത്തോടു കൂടി കടന്നു പോകാനാണ് ആഗ്രഹിക്കുന്നത്. അത്രയും നമ്മളെ ടൈം ലിമിറ്റിലുള്ളതുകൊണ്ട്. മറ്റൊന്നാണ് എക്സസീവ് എക്സസൈസ്. എന്താ ആൾക്കാർ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അനോറക്സിയ അത്ലറ്റിക്ക എന്നതിന് പേര്. അനോറക്സിയ അത്ലറ്റിക്ക. ഒബ്ലിഗേറ്ററി എക്സസൈസ് എന്ന് വേണേൽ പറയാം. എന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്താൽ മതിയാവാത്ത ആളുകൾ. ഈ ആൾക്കാർ അടുത്ത കാലത്ത് ഒരു സിനിമാ നടിയോ മറ്റോ ഡിവോഴ്സ് വാങ്ങിച്ചിട്ട് എന്താ കാര്യം ചോദിച്ചാൽ ഭർത്താവ് ഒരു എക്സസൈസ് മാത്രമേ ഉള്ളൂ. രാവിലെ ഉണർന്ന ഉടനെ ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യും, ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും എക്സസൈസ് ചെയ്യും, 11 മണിക്ക് വീണ്ടും എക്സസൈസ് ചെയ്യും, 4 മണിക്ക് എക്സസൈസ് ചെയ്യും. ഈ എക്സസൈസ് മാത്രം. അവസാനം അവർ എക്സസൈസിൽ മടുത്തിട്ട് വിട്ടുപോകുന്ന അവസ്ഥയാണ്. ചില ആൾക്കൊക്കെ ആണ് അല്ലേ, ചിലർ ഇരിക്കുന്നിടത്ത് നിന്നൊക്കെ 2 പുഷപ്പ് കസേരയിൽ നിന്ന് എടുക്കും അല്ലേ. ഈ നിന്നിടത്ത് നിന്ന് കൈയൊക്കെ കൊണ്ടാക്കി. ഈ ചിലർക്ക് ഇതൊരു എന്താ പറയുക, അവരുടെ ഒരു ശീലം പോലെ ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുക. എവിടെ പോയാലും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു അവസ്ഥ. കമ്പൽഷൻ ഫോർ എക്സസൈസ്. ഇതില്ലെങ്കിൽ എന്താ അറിയോ, അവർക്ക് വല്ലാത്ത കുറ്റബോധം തോന്നുന്നുള്ള അവസ്ഥ. ഞാനൊക്കെ ട്രെയിനിൽ പോകുമ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കിട്ട് ആൾക്കാർക്ക് നടന്നു പോകുന്ന ആ 2 സീറ്റിൻ്റെ ഇടയിലുള്ള സ്ഥലമില്ലേ, അവിടുന്ന് ഒരാൾ പുഷപ്പ് എടുക്കുന്നു. ഞാൻ ചോദിച്ചു ഇതെന്താ കഥ? അപ്പോൾ അയാൾ പറഞ്ഞ് ഇന്ന് എക്സസൈസ് എടുക്കാൻ പറ്റിയില്ല, യാത്ര ആയതുകൊണ്ട്. ഒരു ദിവസം നമ്മളൊക്കെ എന്താ ചെയ്യുക, ഒരു ദിവസം യാത്രയാണെങ്കിൽ ഇന്ന് വേണ്ട പോട്ടെ, പെട്ടെന്ന് സംഭവിക്കാനില്ലല്ലോ. പക്ഷെ ഇയാൾക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. ഇന്ന് എക്സസൈസ് ചെയ്തില്ല, എന്താ സ്ഥിതി എന്നാണ് ആ ട്രെയിനിൽ നിന്ന് പുഷപ്പ്. അപ്പം ഇങ്ങനെയൊക്കെ ആൾക്കാരുണ്ട്. അപ്പം ഈ എക്സസൈസ് എന്നുള്ളത് ഒരു ജ്വരഭ്രാന്തി പോലെ ഒരു രോഗമായിട്ട്, ഒരു ഡിസോർഡർ ആയിട്ട് ഒരാൾ ബാധിച്ചു കഴിഞ്ഞാൽ ഇതും ജീവിതത്തിലപ്പുറം ചെയ്യുന്നതാണ് അർത്ഥം കേട്ടോ. അപ്പം ഇതിൻ്റെയൊക്കെ അതുപോലെ മറ്റൊന്നാണ് വർക്ക് അഡിക്ഷൻ. വർക്കഹോളിക്സ് എന്ന് പറയുമ്പോൾ അല്ലേ, വർക്കഹോളിക്സ്. ചില ആൾക്കാരില്ലേ 5 മണിക്ക് ഓഫീസ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 6 മണിക്ക് കഴിഞ്ഞാൽ 7 മണിയായാലും 8 മണിയായാലും 9 മണിയായാലും അവിടെ തന്നെ ഇരിക്കും ഓഫീസ് തന്നെ. ഒരു ഫയൽ എടുത്ത് അങ്ങോട്ട് വെക്കും, അത് എടുത്ത് ഇങ്ങോട്ട് തന്നെ വെക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അല്ലേ, ഒരു പണിയില്ലെങ്കിൽ മേശയൊക്കെ തുറന്ന് ഒന്നെടുത്ത് നോക്കും, അതെടുത്ത് അവിടെ തന്നെ അടിക്കും. ഒരു പ്രൊഡക്ടിവിറ്റി ഒന്നും ഉണ്ടാവില്ല വിശ്വസിച്ച്. പ്രൊഡക്ടിവിറ്റി ഉള്ള ആൾക്കാരൊക്കെ 5 മണി 6 മണി 7 മണിക്കൊക്കെ എടുത്ത് തീർത്ത് പോകും. ഇത് എന്ന് പറഞ്ഞാൽ ഈ വർക്കും വിട്ട് പോകാനുള്ള അവസ്ഥ. ഇത് എൻജോയ് ചെയ്യുന്നുണ്ട് വരുന്നുള്ള അർത്ഥം വർക്കഹോളിക്സ്. അപ്പോൾ സൺഡേ ഒക്കെ പോയി കളി ഇവർ. ഭാര്യ പറയും നമുക്ക് ഇന്ന് വൈകുന്നേരം സിനിമയ്ക്ക്, അയ്യോ എനിക്ക് ഓഫീസ് അർജൻറ്റായിട്ട് കാര്യമുണ്ട്. ഒരു കാര്യം ഉണ്ടാവില്ല, അവിടെ പോയി ഇങ്ങനെ ഫയലെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കണം. അതന്നെ. ഇപ്പോൾ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് ഇദ്ദേഹത്തിന്റെ സമാധാനവും സന്തോഷവും കൊടുക്കുന്നത്. ഓൺലി തിങ് ഹി എൻജോയ്സ്. അന്നേരം ആ ഡോപാമൈൻ ആക്ടിവേറ്റ് ആകും എന്നർത്ഥം. അപ്പോൾ മറ്റൊന്നാണ് സെക്സ് അഡിക്ഷൻ. സെക്സ് അഡിക്ഷനിൽ പ്രധാനമായത് പോർണോഗ്രാഫിക് സൈറ്റുകളൊക്കെ അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. സെക്സ് അഡിക്ഷന് 4 സ്റ്റേജസ് ഉണ്ട് ശരിക്കും. അതിൽ ഫസ്റ്റ് സ്റ്റേജ് പ്രീ ഓക്യുപ്പേഷൻ സ്റ്റേജ് ആണ്. പ്രീ ഓക്യുപ്പേഷൻ സ്റ്റേജ് എന്ന് വെച്ചാൽ അത്ര അപകടകരമല്ല. അപ്പോഴെന്താവുന്നത്, കംപ്ലീറ്റ്ലി ഇമേഴ്സ്ഡ് ഓർ കൺസ്യൂംഡ് വിത്ത് തോട്ട്സ് ഓഫ് സെക്സിനെ കുറിച്ച് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. അത്ര അപകടകരമല്ല. അപ്പോൾ ഇയാൾ മാത്രം ചിന്തകളിൽ മാത്രം ഉണ്ടായിരിക്കുക. മറ്റൊന്ന് റിച്വലൈസേഷൻ സ്റ്റേജ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ റുട്ടീൻസ്, അല്ലെങ്കിൽ ഇതിനാവശ്യമായ റുട്ടീൻ ഫിക്സ് ചെയ്യാണ് ഇദ്ദേഹം. ഒരു സെക്ഷൽ ബിഹേവിയറിലേക്ക് ആവശ്യമായ റുട്ടീൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥയാണ് റിച്വലൈസേഷൻ സ്റ്റേജ്. മൂന്നാമത്തത് കമ്പൾസീവ് സെക്ഷൽ ബിഹേവിയർ ആണ്. ഇതൊന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന അവസ്ഥ. ഇതിൻ്റെ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന അവസ്ഥയാണ്. അപ്പോൾ അതിനുവേണ്ടി പണം ചെലവഴിക്കുകയും അതിനുവേണ്ടി യാത്ര ചെയ്യുകയും അതിനുവേണ്ടിയുള്ള ഏർപ്പാടുകൾ നടത്തുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ. മറ്റൊന്ന് ഡിസ്പെയർ ആണ്. ഏതൊരു അഡിക്ഷൻ്റെയും ആത്യന്തികമായി ഫലം ഡിസ്പെയർ ആയിരിക്കും. ഇയാളുടെ പുവർ പെർഫോമൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ പണനഷ്ടം കൊണ്ടാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള വിഷമതകൾ ഉണ്ടാകാം. ആത്യന്തികമായൊരു നിരാശയിലേക്ക് ഇവർ വീണ് പോകുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ ഒരുപാട് അഡിക്ഷനെ കുറിച്ച് നമ്മൾ അതിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞു. മൊത്തത്തിൽ ഏതൊരു അഡിക്ഷൻ ആയാലും, ഏതൊരു ബിഹേവിയർ അഡിക്ഷൻ ആയാലും അതിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഏത് അഡിക്ഷൻ ആയാലും ഫാക്ടേഴ്സ് കോസിങ് ബിഹേവിയർ അഡിക്ഷൻസ്. ഒന്ന് ഡോപാമൈൻ റിവാർഡ് സൈക്കിൾ ആണ്. ഡോപാമൈൻ റിവാർഡ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഡോപാമൈൻ കിട്ടും എന്നുള്ളൊരു അവസ്ഥയിൽ അത് കൂടുകയും ചെയ്യുന്ന അവസരത്തിൽ അത് ബാലൻസ് ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ
വെമ്പൽ, വിഭ്രാന്തി, അത് ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ബിഹേവിയറിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ബിഹേവിയറിലേക്ക് തന്നെ അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് അതിങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ആസക്തി. പിന്നെ സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ്. നമുക്കറിയാം പല കഴിവുള്ള ആൾക്കാർ അങ്ങനെ തന്നെയാണ് അല്ലേ. ഒരു പ്രതിഭയുണ്ടെങ്കിൽ അയാൾക്ക് ഒരുപാട് പ്രതിഭകൾ ഉണ്ടാവുമെന്ന് പറയും അല്ലെ. ഒരു കഴിവുള്ള ആൾക്ക് ഒരു ചിത്രം വരയ്ക്കുന്ന ആൾ ചിലപ്പോൾ പാടും എന്ന പക്ഷേ തന്നെ അയാൾ നന്നായിട്ട് എഴുതും, ചിലപ്പോൾ അയാൾ പിന്നെ നന്നായി സംസാരിക്കും. ഇങ്ങനെ ഒരുപാട് കഴിവുകൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇതും നെഗറ്റീവായിട്ട് അതുണ്ട്. സബ്സ്റ്റൻസ് ഡിപ്പെൻഡൻസ് ഉള്ള ആൾക്കാർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബിഹേവിയറൽ അഡിക്ഷൻ ഉണ്ടാവും എന്ന് പറയുന്നത്. ഇപ്പം ഡ്രഗ് അബ്യൂസ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഡ്രഗ് അബ്യൂസേഴ്സിന്റെ കൂട്ടത്തിൽ സാധാരണ ജനങ്ങളെ അപേക്ഷിച്ച് 4-ൽ 10 എന്ന കണക്കിലുണ്ട്. 4 സാധാരണ ജനങ്ങളാണെങ്കിൽ 10 പേര് ഡ്രഗ് അബ്യൂസേഴ്സ് ആയിരിക്കും. ഇത് ഏതെങ്കിലും തരത്തിലുള്ള ബിഹേവിയർ അഡിക്ഷന് വിധേയമായിട്ട് ആൾക്കാർ. അതാണ്. അപ്പൊ ഇത് എന്താ പറയാ, ഇതിങ്ങനെ ഒന്നിച്ച് പരസ്പരം പിന്നെ ബന്ധപ്പെട്ട് പോകുന്ന സംഗതിയാണ്. അതൊരു ക്രോസ് ടോളറൻസ് എന്ന് വേണേൽ പറയാം അതിന്. ഇതിൽ രണ്ടിൽ നിന്നും കൂടെ ഒരു സമാനമായ അനുഭൂതി ഇങ്ങനെ കിട്ടിക്കൊണ്ടു പോകുന്ന അവസ്ഥ. പിന്നെ പുവർ ഇമ്പൾസ് കൺട്രോൾ അല്ലേ. സ്വാഭാവികമായി ചില ആളുകൾക്ക് ചില ശീലങ്ങളെ അല്ലെങ്കിൽ ഏതും കാര്യങ്ങളെ ഒരു നോ പറയാൻ പോലും കഴിയാത്ത ആൾക്കാരല്ലേ. അതുപോലെ ജന്മനാ ഉള്ള ഈ കാര്യങ്ങളെ പ്രതിരോധിക്കാനും വിവേചന ബുദ്ധിയോടുകൂടി പെരുമാറാനും ഒക്കെ നമ്മുടെ പ്രീ ഫ്രോണ്ടൽ ലോബൊക്കെ വളരെ ദുർബലമായിരിക്കുന്ന അവസ്ഥയിലുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ പുവർ ഇമ്പൾസ് കൺട്രോൾ ആയിരിക്കും. അങ്ങനെയുള്ള റിസ്ക് ടേക്കിംഗ് അവർക്ക് ഉണ്ടാവും കൂടുതലായിട്ട്. ഈ കോൺസിക്വൻസസ് ഒന്നും അവർ അത്ര ആലോചിക്കില്ല. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്കും പ്രോബ്ലം ബിഹേവിയർ സിൻഡ്രോം എന്ന് വേണേൽ നമുക്ക് പറയാം അതിനെ. ആ രൂപത്തിലുള്ള ആൾക്കാരും ഇത്തരം ഈ ബിഹേവിയർ അഡിക്ഷനിലേക്ക് പെട്ടെന്ന് വീണ് പോകുന്നുണ്ട്. പിന്നെ മറ്റൊന്ന് ചൈൽഡ്ഹുഡ് തന്നെയാണ് പ്രധാനം. ചൈൽഡ്ഹുഡ് നെഗ്ലക്റ്റ്, അതുപോലെ തന്നെ ചൈൽഡ്ഹുഡ് ട്രോമ അല്ലേ, അതുപോലെ ഫിസിക്കൽ അബ്യൂസസ്, സെക്ഷൽ അബ്യൂസസ്, ഇതൊക്കെ വലുതാകുമ്പോൾ ഇത്തരം ഒരു അഡിക്ഷനിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ചെറുപ്പകാലത്ത് തീരെ അവഗണിക്കപ്പെട്ടു പോയ, അല്ലെങ്കിൽ ജീവിതത്തിന്റെ അതിരമ്പുകളിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു പോയ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഉൾക്കൊള്ളൽ എന്ന് വിധേയമാകാത്ത ഡിസ്ഫങ്ഷണൽ ഫാമിലീസ് ഒക്കെ ഉണ്ടായിട്ടുള്ള കുട്ടികളൊക്കെ വലുതാകുമ്പോൾ ഒരുപാട് ഇങ്ങനെയുള്ള അഡിക്ഷൻസിലേക്ക് പോകുന്നു എന്നുള്ളത് പഠനങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ സൈക്കിയാട്രിക് ഇഷ്യൂ, ചില ഡിപ്രഷൻ മാറ്റാൻ, പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇതൊരു ഒരു കച്ചിത്തുരുമ്പായിട്ട് ഇതുപോലുള്ള ഒരു ബിഹേവിയറിനെ കൂട്ടുപിടിക്കുന്നുണ്ട്. പിന്നെ സോഷ്യൽ ഡിപ്രൈവേഷൻ, അതുപോലെ നേരത്തെ പോലെ വേണ്ടത്ര സാമൂഹ്യമായ പരിഗണന കിട്ടാത്ത ആൾക്കാർ, അവരിപ്പോൾ പൊതുവെ എന്താ കോൺഫ്ലിക്റ്റ് ലോ എന്നൊക്കെ പറയുന്നില്ല, അതുപോലെ ഞങ്ങൾക്ക് ആരും ഞങ്ങളെ അത്ര മൈൻഡ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന വിഭാഗങ്ങളൊക്കെ ഇല്ലേ. അവരൊക്കെ തന്നെ എന്തായാലും ഞങ്ങൾ തോന്നുമ്പോൾ നടക്കും. അങ്ങനെയൊക്കെ അവരെന്താ പറയുക, അവരുടേതായൊരു എൻജോയ്മെന്റ് എന്ന് പറയുന്നത് ഇതുപോലുള്ള എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പോകുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഒരു സാമൂഹ്യമായ അവഗണനയുടെ ഒരു കോൺസിക്വൻസസ് ആയിട്ടും ചിലപ്പോൾ ഇതുപോലുള്ള ഡിപ്പെൻഡൻസിലേക്ക് മാറിപ്പോകുന്നുണ്ട്. പിന്നെ ഏജ് ആൻഡ് ജെൻഡർ ഒരു ഘടകമാണ്. ഏജ് എന്ന് പറഞ്ഞാൽ ഒരു ജെൻഡറിനെ സംബന്ധിച്ച് പറയുമ്പോൾ പുരുഷന്മാരിലാണ് ഗാംബ്ലിംഗ് ഡിസോർഡർ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്, ഗാംബ്ലിംഗ് ഡിസോർഡർ. പക്ഷേ സീനിയർ ആയിട്ടുള്ള സ്ത്രീകൾ, പാർട്ണർ നഷ്ടപ്പെട്ട സ്ത്രീകൾ ലോൺലിനെസ് അനുഭവിക്കുമ്പോൾ ഈ ഗാംബ്ലിംഗ് പോലുള്ള ഡിസോർഡറിലേക്ക് പോകുന്നു എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ മുതിർന്ന സ്ത്രീകളിലും ഈ ഗാംബ്ലിംഗ് ഡിസോർഡേഴ്സ് കുറേയൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഒരു പിന്നെ ഇതിലേക്ക് നയിക്കുന്ന കുറെ ഫാക്ടേഴ്സ് ആണ്. ഇതിൽ നമ്മൾ പാരന്റിങ് കൂടെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ആയതുകൊണ്ട് അത് നമ്മളൊരു നിഷ് ഏരിയൊക്കെ ആവുന്നതുകൊണ്ട് നമുക്ക് ഹൗ പാരന്റ്സ് ക്യാൻ മാനേജ്, ഇതിനെ കുട്ടികളുടെ ഇടയിൽ നമുക്ക് ഇത് എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കുന്ന നന്നായിരിക്കുന്നു. എനിക്കൊന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും പാരന്റ്സിന് ഈ കാര്യത്തിൽ, എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുട്ടികൾക്ക് ആവശ്യമായ കെയറും സ്നേഹവും ഒക്കെ കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലെ, ഇമോഷണൽ ബോണ്ടിങ് ഉണ്ട്. യെസ്. ഒന്നാമത്തെ നമ്മളിതില്ലേ പറഞ്ഞോളൂ. അവരെ എൻഗേജ്ഡ് ആക്കുക, എന്തെങ്കിലുമൊക്കെ നല്ല കാര്യം. യെസ്, ദീസ് ആർ ഓൾ ഫാക്ടേഴ്സ് വിച്ച് ഹെൽപ്സ് us ടു എന്താ പറയാ, അവരെ അതിനെ അബ്സ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് അവരെ ഒരുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു ഡിജിറ്റൽ ഹെൽത്ത്
ഹെൽത്തി ഡിജിറ്റൽ റൂൾസ് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എസ്റ്റാബ്ലിഷ് എൻ ഹെൽത്തി ഡിജിറ്റൽ റൂൾ. എന്നാല് ഡിവൈസ് ഫ്രീ മീൽസ്, ഭക്ഷണ സമയത്ത് ആരും ഈ ഡിവൈസ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിയമം വീട്ടിലുണ്ടാക്കുക. നോ സ്ക്രീൻസ് 1 hour ബിഫോർ ബെഡ് ആൻഡ് 1 hour ആഫ്റ്റർ ബെഡ്. അതൊരു തീരുമാനമായി കൊണ്ടുവരിക. 1 മണിക്കൂർ ഉറങ്ങുന്നതിന് മുമ്പ് ആരും ഉപയോഗിക്കാൻ പാടില്ല. 1 മണിക്കൂർ ഉണർന്ന ഉടനെ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ ഫിക്സഡ് ഗെയിമിംഗ് സോഷ്യൽ മീഡിയ ടൈം ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ടാൻട്രംസ് എന്ന് പറയാ, ഈ ദുശ്ശാഠ്യങ്ങളൊക്കെ പിടിക്കുന്ന സമയത്ത് അത് ഇങ്ങനെ മാറ്റിയെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഡിവൈസ് എന്തെങ്കിലും ഗാഡ്ജറ്റ് എടുത്ത് കൊടുക്കുന്ന ശീലം ഒഴിവാക്കുക. ഞാൻ അടുത്ത കാലത്തൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയപ്പോൾ കുട്ടി കരയാൻ തുടങ്ങി. ഉടനെ അയാൾ മൂപ്പരെടുത്തിട്ട് ഫോൺ കൊടുത്തു. 2.5 മണിക്കൂർ ആ മങ്ങിയ ഇരുണ്ട വെളിച്ചത്തിൽ കുട്ടി ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു. രണ്ടുപേരും സുഖമായിട്ട് സിനിമ കണ്ടു. അങ്ങനെ കാര്യമുണ്ട് കേട്ടോ. അപ്പൊ ഇത് ഒരു പ്രധാനപ്പെട്ട, അവോയ്ഡ് ഗിവിംഗ് ഡിവൈസസ് ഡ്യൂറിങ് ടാൻട്രംസ്. മറ്റൊന്ന് മോഡൽ ഹെൽത്തി ബിഹേവിയർ. മോഡൽ ആയിരിക്കുക വീട്ടിലുള്ള ആളുകൾ എന്ന് പറഞ്ഞാല് ഈ സ്ക്രോളിംഗ് ഡ്യൂറിങ് മീൽസ് നമ്മൾ മുതിർന്ന ആൾക്കാർ ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്ട്രെസ് റിലീവ് ചെയ്യാനുള്ള ഒരു ഡീഫോൾട്ട് ആയിട്ടുള്ള ഡിവൈസ് ഫോണാണെന്നുള്ള ഒരു രീതി മാറ്റുക. എന്തോ വരുമ്പോൾ ഉടനെ ഫോൺ എടുക്കുക. ആ ശീലം കുട്ടികൾക്ക് വളർത്താൻ ശ്രമിക്കുക. പിന്നെ റീപ്ലേസ്മെന്റ് ആക്ടിവിറ്റീസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഈ അതർ ആൾട്ടർനേറ്റീവ്സ് എന്നതിനൊക്കെ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഔട്ട്ഡോർ പ്ലേ. വീട്ടിൽ വൈകുന്നേരം കുട്ടികൾ ഇരുന്ന് ഷട്ടിൽ കളിക്കാം, അല്ലേ? സ്പോർട്സ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാം. മ്യൂസിക്കിൽ കുറേ നേരം വീട്ടുകാർക്ക് ഒന്നിച്ചിരുന്ന് മ്യൂസിക് ആസ്വദിക്കാം. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ ഉണ്ടാക്കാം, അല്ലേ? റീഡിങ്, അതിൽ ഫാമിലി ഗെയിംസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാട് സമയങ്ങൾ ആ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ കുട്ടിയുടെ ഒരു ഡേ സ്ട്രക്ചർ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. പ്രെഡിക്റ്റബിൾ റൂട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത്. പ്രെഡിക്റ്റബിൾ റൂട്ടീൻ. അപ്പോൾ പിന്നെ അവന് അങ്ങനെ ആകുമ്പോൾ അവന് സ്ക്രീൻ ടൈം റെഡ്യൂസ് ആവും. കാരണം സ്റ്റഡി ടൈം ഇത്ര, പ്ലേ ടൈം ഇത്ര, ഫാമിലി ടൈം ഇത്ര, സ്ലീപ്പ് ടൈം ഇത്ര എന്നൊക്കെ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വിട്ടിട്ടുള്ള സമയം മാത്രമേ നോക്കാൻ കിട്ടൂ. മറ്റൊക്കെ ഫിക്സഡ് ടൈമുണ്ട്, പഠിക്കാൻ സമയമുണ്ട്, ആ സമയത്ത് പഠിക്കണം എന്നുള്ള നിർബന്ധമാണ്. അതുപോലെ സ്ലീപ്പിംഗ് ടൈം സ്ലീപ്പ്. ഇങ്ങനെ ഒരു കുട്ടികൾക്ക് ഒരു ചൈൽഡ് ഡേ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്ന രൂപത്തിൽ കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഇമോഷൻ കോച്ചിങ്, അല്ലേ? കുട്ടികളോട് പിന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുക. നീ ആർ യു ബോർഡ്, ആർ യു ടയേർഡ്, ആർ യു ലെഫ്റ്റ് ഔട്ട് എന്നൊക്കെ ചോദിക്കാൻ പറ്റണം കുട്ടികളോട്. വിഷമിച്ചിരിക്കുമ്പോൾ മോനെ എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കുക. അല്ലാതെ അപ്പോഴായിരിക്കും ചിലപ്പം ഡിവൈസ് എടുക്കുക. അപ്പം നമ്മൾ ഒരു വളരെ ഇമോഷണൽ കോച്ചിങ് എന്ന് കുട്ടികൾ ആ രൂപത്തിലേക്ക് കൊണ്ടുപോവുക. പിന്നെ ഗ്രാജുവൽ റിഡക്ഷൻ പ്ലാൻ, അതിന് നമുക്ക് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് വേണേൽ പറയാം. സ്റ്റെപ്പ് ലാഡർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സമയം കുറച്ച് കൊണ്ടുവരിക. 4 മണിക്കൂറുള്ളത് 3.5 മണിക്കൂറാക്കി, പെട്ടെന്ന് അരമണിക്കൂറാക്കിയാൽ പറ്റില്ല. 4 മണിക്കൂർ ഉണ്ടാകുമ്പോൾ 3.5 മണിക്കൂറിലേക്കും, 3.5 മണിക്കൂറിൽ നിന്ന് 3 മണിക്കൂറിലേക്കും, അതിൽ 2 മണിക്കൂറിലേക്കും അരമണിക്കൂറിലേക്കും കുറച്ച് സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്. കോണിപ്പടി ഇറങ്ങി വരുമ്പോൾ ഇറക്കി കൊണ്ടുവരിക. പിന്നെ ടെക്നോളജീനെ വൈസായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതിൽ പാരന്റൽ കൺട്രോൾ എന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഉപയോഗപ്പെടുത്താം, അല്ലേ? ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആപ്പുകളൊക്കെ റിമൂവ് ചെയ്യാം. പിന്നെ നോട്ടിഫിക്കേഷൻ ഡിസേബിൾ ചെയ്യാം. നോട്ടിഫിക്കേഷനാണ് കുട്ടികളെ പലപ്പോഴും പ്രോംപ്റ്റ് ചെയ്യുന്നത്. അത് ഡിസേബിൾ ചെയ്തേക്കാം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അത് കുറച്ച് നേരത്തെ ചെയ്യണം കേട്ടോ. എല്ലാവരും തിരിച്ചു കൊണ്ടുവരാനൊക്കെ പണി പഠിക്കും. അതുകൊണ്ട് കുറച്ച് നേരത്തെ ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാം. പിന്നെ റിലേഷൻഷിപ്പ്, നേരത്തെ മാഡം പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്ട്രോങ് പാരന്റ് ചൈൽഡ് ബോണ്ട് ഉണ്ടാക്കുക. 1-to-1 കോൺവെർസേഷൻ. ഞാനൊരു പൂർണ്ണനായ മനുഷ്യനാണ്, നീ ഒരു പൂർണ്ണനായ മനുഷ്യനാണ് എന്നുള്ള അർത്ഥത്തിൽ സംസാരിക്കുക. 1-to-1 കോൺവെർസേഷൻ കേട്ടോ. അതുപോലെ ജോയിന്റ് ആക്ടിവിറ്റീസ്, അത് കളികളിലാകാം. പിന്നെ ഷെയർഡ് ഹോബീസ്, അത് സിനിമയ്ക്ക് പോകുമ്പോഴാകാം, അല്ലേ? അല്ലെങ്കിൽ മ്യൂസിക് ആസ്വദിക്കുന്നതിലാകാം. ഇങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാകാം. ഇനി ഈ ബിഹേവിയർ അഡിക്ഷൻ എങ്ങനെ സ്വന്തം നിലയ്ക്ക് നമുക്ക് ഓരോരുത്തർക്കും എന്ത് ശ്രമം നടത്താം എന്നുള്ളതാണ്. സെൽഫ് ആയിട്ട് ഇതിങ്ങനെ മാനേജ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചാണ്. സെൽഫായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആത്യന്തികമായി നമുക്ക് ഉണ്ടാകുന്ന ഒരു അവയർനെസ് ആണ്, അല്ലേ? റെക്കഗ്നൈസ് ദ പാറ്റേൺസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ട്രാക്ക് ചെയ്യണം. ഞാൻ ഇങ്ങനെ ഒരു അഡിക്ഷന് വിധേയമാകുന്നതിന് മുമ്പ് ഞാൻ ആരായിരുന്നു എന്നുള്ള ചോദ്യം, അല്ലേ? എപ്പോഴാണ് ഞാൻ ഈ ഒരു സ്വഭാവത്തിലേക്ക് വഴിതെറ്റിപ്പോയത്? എത്ര കാലം ഞാൻ ഇതിനുവേണ്ടി ചിലവഴിച്ചു? എന്തായിരുന്നു എൻ്റെ ട്രിഗർ? അങ്ങനെ ഒരു ട്രാക്കിംഗ് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ എമോഷണൽ സ്റ്റേറ്റ്, ഏതൊരു വൈകാരിക അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു ദുരനുഭവത്തിലേക്ക്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, എൻ്റെ ദുശ്ശീലത്തിലേക്ക് വഴുതി വീണുപോയത് എന്ന് നിങ്ങൾ ഒരു തിരിഞ്ഞ് ആലോചിച്ച് നോക്കുക. മനസ്സിലായില്ലേ?
എന്നിട്ട് ആ ട്രിഗറിനെ ബ്രേക്ക് ചെയ്യാൻ ശ്രമിക്കുക. ബ്രേക്ക് ദ ട്രിഗർ. അപ്പൊ ഐഡന്റിഫൈ വാട്ട് ട്രിഗേഴ്സ്. സ്ട്രെസ് ആണോ, ബോർഡം ആണോ, ലോൺലിനെസ് ആണോ? അങ്ങനെയാണെങ്കിൽ അതിന് ഞാൻ എങ്ങനെ റീപ്ലേസ് ചെയ്യാം? ഐ ക്യാൻ റീപ്ലേസ് വിത്ത് എക്സസൈസ്, ഐ ക്യാൻ റീപ്ലേസ് വിത്ത് റീഡിങ്, ഐ ക്യാൻ റീപ്ലേസ് വിത്ത് ടോക്കിംഗ് ടു അതേഴ്സ്. മറ്റുള്ളവരെ സംസാരിച്ച് ഒരു സോഷ്യൽ ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടാക്കി, അല്ലെങ്കിൽ സോഷ്യൽ എൻഗേജ്മെന്റ് ഉണ്ടാക്കി എനിക്കതിനെ ഒരു വായനശാലയിൽ പോകാം, റീഡിംഗ് റൂമിൽ പോകാം, അല്ലെ മ്യൂസിക് ക്ലബ്ബിൽ പോകാം, അങ്ങനെ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിൽ പോകാം, എവിടെയും പോകാം, വായിക്കാം, പുസ്തകങ്ങൾ വായിക്കാം, എക്സസൈസിൽ ഏർപ്പെടാം, കളിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ഒരു റീപ്ലേസ് ആൾട്ടർനേറ്റീവ്സിലേക്ക് പോവുക. പിന്നെ സെറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുക, ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക, നോ ഫോൺ സോൺ ഉണ്ടാക്കുക. രാവിലത്തെ നമ്മൾ സിഗരറ്റ് നോ സ്മോക്കിംഗ് സോണൊക്കെ ഉണ്ടാകുന്നില്ലേ, അതുപോലെ വീട്ടില് ഡൈനിങ് ഹാളിൽ ആരും ഡിവൈസ് ഉപയോഗിക്കാൻ പാടില്ല. നോ ഫോൺ സോൺ. ഡൈനിങ് ഹാൾ വേണമെങ്കിൽ അവിടെ ഒരു എഴുതി ഒട്ടിച്ച് വെക്കാം, നോ ഫോൺ സോൺ, കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്കെഡ്യൂൾ സ്ക്രീൻ ടൈം നമ്മൾ പറഞ്ഞു. അതുപോലെ മറ്റു കുട്ടികളെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ അതിലിവിടെയും ചെയ്യാം. പിന്നെ അഡിക്റ്റീവ് ആകുന്ന ആപ്പുകളൊക്കെ ടെമ്പററി ആയിട്ടെങ്കിലും നിങ്ങൾ അങ്ങോട്ട് റിമൂവ് ചെയ്യുക. ടെമ്പററി ആയിട്ട് റിമൂവ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് അത് പെർമനന്റ് ആയിട്ട് തന്നെ റിമൂവലായി പോകും. പിന്നെ വന്ന് ഡിലേ ടെക്നിക്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ക്രേവിങ് വരുന്നു ഒരു സംഗതി ചെയ്യാൻ, നമ്മൾ ഇപ്പോൾ ക്രേവിങ് ഹിറ്റ്സ്, എനിക്കിപ്പോൾ മൊബൈൽ എടുത്ത് തരുമോ, നോക്കണം, അത് നോക്കണം, അയ്യോ ഇൻസ്റ്റാഗ്രാം എത്ര നോക്കി, അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിയട്ടെ എന്ന് എഴുതുക. മോസ്റ്റ് ആർ ജസ്റ്റ് പാസ് നാച്ചുറലി എന്നാണ് അല്ലേ. നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും നാച്ചുറലായിട്ട് തന്നെ പോകും. ചിലപ്പോൾ ഒരാളിപ്പം തല്ലണം തോന്നിയാൽ അപ്പം കിട്ടിയാൽ തല്ലും ചിലപ്പോൾ അല്ലേ. പക്ഷെ പിറ്റേന്നായാലോ അല്ല ഇപ്പം തല്ലിയിട്ട് എന്താ ഇപ്പോൾ അല്ലേ, അതൊക്കെ ആലോചിച്ച് ഒരു തോട്ട് പ്രോസസ് വന്നു, പിന്നെ തല്ലണ്ടാന്നുള്ള അവസ്ഥ. അതുപോലെ തന്നെയാണ് ആ തോന്നുന്ന അവസ്ഥയിൽ ഒരു 10 മിനിറ്റ് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാകാം എന്ന് ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ പിന്നെ 10 മിനിറ്റ്സ് കഴിഞ്ഞാലും വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ ഡിലേ ടാക്ടിക്സ് ആണ് മറ്റൊന്ന്, ഡിലേ ടെക്നിക്സ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെപ്പ് ലാഡർ മെത്തേഡ്, സമയം കുറച്ച് കൊണ്ടുവരിക. പിന്നെ ഹെൽത്തി ഡോപ്പാമൈൻ ഹാബിറ്റ്സ് ആണ്. ഡോപ്പാമൈൻ ആണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഡോപ്പാമൈൻ കിട്ടുന്ന മറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഹാബിറ്റ്സിലേക്ക് നമ്മൾ മാറുക. വാക്കിംഗ് അല്ലേ, നടക്കാൻ സമയം കണ്ടെത്തുക, അപ്പോൾ നമുക്ക് ഇത് കിട്ടുന്നുണ്ട്. മെഡിറ്റേഷൻ കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഹോബീസ് കിട്ടുന്നുണ്ട്. അതുപോലെ റിയൽ ലൈഫ് സോഷ്യൽ ഇന്ററാക്ഷൻസ് കിട്ടുന്നുണ്ട്. മറ്റുള്ള ഒരുപാട് ഗ്യാതറിങ്ങിലൊക്കെ പോയിട്ട് നമുക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ സപ്പോർട്ട് സിസ്റ്റം വളരെ ശക്തമാക്കുന്നതാണ്. നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് പ്രധാനമായും ഫാമിലി, ഫ്രണ്ട്സ് അല്ലേ, ഇത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരായിട്ട്. അതുപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് മദ്യപാനം നിർത്തിയ ആൾക്കാർ ആൽക്കഹോളിക് അനോണിമസ് ഉണ്ടാക്കുന്നുണ്ട്, AA നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതുപോലെ ഈ അഡിക്ഷൻ, നമ്മളെ ഇതുപോലുള്ള ഏതെങ്കിലും അഡിക്ഷന് വിട്ടു നിൽക്കുന്ന ആൾക്കാരെല്ലാം കൂടെ ചേർന്നിട്ട് വലിയൊരു ഗെറ്റ് ടുഗദർ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ ഇതെങ്ങനെ നിലനിർത്തിക്കൊണ്ടുപോകാം, ഹൗ ക്യാൻ ബി മെയിൻറ്റെയിൻ ഇത് എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കാം. അതുപോലെ പ്രൊഫഷണൽ, ഇതൊന്നും പറ്റിയില്ലെങ്കിലാണ് നമ്മൾ പ്രൊഫഷണൽ ഹെൽപ്പിലേക്ക് തിരിയേണ്ടത്. ഒരു സൈക്കോളജിസ്റ്റിന്റെയോ അല്ലെങ്കിൽ കൗൺസിലറുടെയോ ഒക്കെ സഹായങ്ങൾ നമ്മൾ തരിക. ഇപ്പോൾ പ്രൊഫഷണൽ ഹെൽപ്പിന് കുറെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ റെഡിനെസ് ടു ചേഞ്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, റോളിംഗ് 1992. അതുപോലെ തന്നെ ഇന്റർനെറ്റ് അഡിക്ഷൻ ടെസ്റ്റ് ഉണ്ട്, ഒരു 20 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു ഇത് സാധാരണഗതിയിൽ സൈക്കോളജിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്. ദ ലൈവ് ബെറ്റ് ടൂൾ എന്ന് പറഞ്ഞിട്ട് 2 ഐറ്റം ക്വസ്റ്റ്യൻ ടൂൾ ഉണ്ട്. അത് പാത്തോളജിക് ഗാംബ്ലിംഗ് ബിഹേവിയറിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിന് പിന്നെ എന്താ പറയുക റെമഡിയൽ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. സെക്സ് അഡിക്ഷൻ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ട്, ടു ഇൻഡിക്കേറ്റ് ദ പ്രസൻസ് ഓഫ് സെക്സ് അഡിക്ഷൻ. അതുപോലെ തന്നെ ഈറ്റിംഗ് അഡിക്ഷൻ ടെസ്റ്റ് ഉണ്ട്, ഈറ്റിംഗ് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നതിനെ പറയും, E26 എന്നതിനെ പറയുന്ന അല്ലേ. നിങ്ങൾക്ക് പലപ്പോഴും ഇതൊക്കെ അറിയാമായിരിക്കും. അത് E26 നമ്മൾ നോൺ ക്ലിനിക്കലിലും ക്ലിനിക്കൽ സെറ്റിങ്ങിലും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പിന്നെ വർക്ക് അഡിക്ഷൻ ടെസ്റ്റ് ഉണ്ട്, അത് 25 ഐറ്റംസ് ഉള്ള ഒരു സെൽഫ് റിപ്പോർട്ടാണ്, സെൽഫ് റിപ്പോർട്ട് ക്വസ്റ്റ്യർ ആണ്. അത് അതിൻ്റെ അടുത്ത് 5 ഫങ്ഷണൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അത് കമ്പൽസീവ് ടെൻഡൻസീസ് എന്താണ്, കൺട്രോൾ എവിടെയാണ് പോകുന്നത്, ഇമ്പയർഡ് കമ്മ്യൂണിക്കേഷൻ എപ്പോഴാണ് വരുന്നത്, ഇന്നബിലിറ്റി ടു ഡെലിഗേറ്റ് എന്താണ്, സെൽഫ് വർത്ത്, ഇങ്ങനെയുള്ള പോയിന്റുകൾ പ്രൊജക്റ്റ് ചെയ്യുന്ന രൂപത്തിലുള്ള ക്വസ്റ്റ്യർ ആണ്. പിന്നെ ഫേസ്ബുക്ക് ഇന്റൻസിറ്റി ക്വസ്റ്റ്യർ ഉണ്ട്, അത് മെഷേഴ്സ് ഫേസ്ബുക്ക് യൂസേജ് ബിയോണ്ട് സിമ്പിൾ മെഷേഴ്സ്, അതുപോലെ ഫ്രീക്വൻസി, ഡ്യൂറേഷൻ, ഇതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇമോഷണൽ ബിഹേവിയർ, ഇതൊക്കെ അളക്കാൻ വേണ്ടിയിട്ടുള്ള പിന്നെ ടൂൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇന്റർവെൻഷൻസ് ഉണ്ട്. പിന്നെ അതുപോലുള്ള അതർ ഇന്റർവെൻഷൻസിൽ സൈക്കോ എഡ്യൂക്കേഷൻ ഉണ്ട്, സൈക്കോ തെറാപ്പിക് ഇന്റർവെൻഷൻ ഉണ്ട്, അതുപോലെ മോട്ടിവേഷണൽ എൻഹാൻസ്മെന്റ് തെറാപ്പി, MUT നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടാവും അതൊക്കെ അല്ലെ. ബ്രീഫ് ഇന്റർവെൻഷൻ ഉണ്ട്, കോഗ്നീറ്റീവ് ബിഹേവിയർ തെറാപ്പി ഉണ്ട്, അതുപോലെ ഫാമിലി ഓറിയന്റഡ് തെറാപ്പീസ് ഉണ്ട്. അതൊരു വളരെ എളുപ്പത്തിലുള്ള ഒരു സാധനത്തെ കുറിച്ച് മാത്രം ഞാൻ പറയാം. ബ്രീഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത് ഇത് 5 മുതൽ 15 മിനിറ്റ് വരെ മാത്രം എടുക്കുന്ന ഒരു ഇന്റർവെൻഷനാണ് ബ്രീഫ് ഇന്റർവെൻഷൻ എന്ന് പറയുന്നത്. 4 A's ആണ് ഇത് വർക്ക് ചെയ്യുന്നത്. 4 A's.
ഫസ്റ്റ് എ ഈസ് ഫോർ ആസ്ക്. ആസ്ക് എന്ന് പറഞ്ഞാൽ ആസ്ക് അബൌട്ട് വാട്ട്? അബൌട്ട് ഐ യൂസ്, ഇന്റർനെറ്റ് യൂസ്, അതർ അഡിക്ഷൻസ് ആൻഡ് ദെയർ പാറ്റേൺ. ഇതിന് വിധേയമായ വ്യക്തിയോട് ചോദിക്കുക എന്നുള്ളതാണ്. ആസ്ക് ആസ്ക് ആസ്ക്, ചോദിച്ചുകൊണ്ടിരിക്കുക. ആസ്ക് ചെയ്താൽ സ്വാഭാവികം നമ്മളെ ഒരു തീരുമാനത്തിലേക്ക് എത്തും, നമുക്ക് മനസ്സിലാവും സംഭവം എന്താണ്. ദെൻ ദ സെക്കൻഡ് എ ഫോർ അഡ്വൈസ്. അഡ്വൈസ് ഈസ് എന്ത്? നമ്മൾ അഡ്വൈസ് ചെയ്യാം, ഉഷാറാക്കിക്കോന്ന് പറയാ അല്ല, എന്ത് പറയും? അഡ്വൈസ് ടു ക്വിറ്റ് അല്ലെ? അഡ്വൈസ് ടു ക്വിറ്റ്, അവിടെ അഡ്വൈസ് ആണ്, അഡ്വൈസ് ടു ക്വിറ്റ്. അപ്പൊ ക്വിറ്റ് ചെയ്യാൻ വെറുതെ അഡ്വൈസ്, എല്ലാവരും അഡ്വൈസ് ചെയ്യുമ്പോൾ അഡ്വൈസ് ചെയ്താൽ പോരാ. അഡ്വൈസ്, ആ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ ഗിവ് എ ക്ലിയർ, സ്ട്രോങ് ആൻഡ് പേഴ്സണലൈസ്ഡ് മെസ്സേജ്. അവന്റെ മനസ്സിന്റെ ഉള്ളിൽ തറയ്ക്കുന്ന രൂപത്തിൽ വളരെ വ്യക്തമായ, വളരെ ശക്തമായ ഒരു വ്യക്തിഗതമായ ഒരു മെസ്സേജ് ആ അഡ്വൈസിൽ ഉണ്ടായിരിക്കണം. കൗൺസിലേഴ്സ്, അത് പഠിക്കുന്ന ആൾക്കാർ അത് ചെയ്യും. ബ്രീഫ് ഇന്റർവെൻഷന് അസസ്. അതിനുശേഷമാണ് നമ്മൾ ഇവന്റെ കമ്മിറ്റ്മെന്റ്, ഇവൻ എത്രത്തോളം എത്തി, എത്രത്തോളം ഇയാൾക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ, അപ്പോഴും എന്തെങ്കിലും ബാരിയർ ഉണ്ടെങ്കിൽ ആ ബാരിയേഴ്സിനെ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നതാണ് അസസ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് എ ഫോർ അസിസ്റ്റ്. അസിസ്റ്റ് the client is committed to change, so you have to reinforce commitment. ആ കമ്മിറ്റ്മെന്റ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുക, ആ കമ്മിറ്റ്മെന്റ് ചേഞ്ചിനെ റീഇൻഫോഴ്സ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യുക? അയാളോട് ചേർന്നുകൊണ്ട് we have to help him to make a plan and develop strategies to manage triggers. ട്രിഗേഴ്സ് ആണല്ലോ കുഴപ്പമുണ്ടാക്കുന്നത്. ഈ ട്രിഗേഴ്സിനെ മാനേജ് ചെയ്യാൻ ആവശ്യമായ സ്ട്രാറ്റജീസ് അയാളായിട്ട് ചർച്ച ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് foresee possible weaknesses അല്ലേ? പിന്നെ ഗൈഡ് ഫോർ ഡെവലപ്പിംഗ് ആൻഡ് റിഫൈനിങ് പ്ലാൻസ്. അപ്പോൾ ഇത് പോരാ തോന്നിയാൽ റിഫൈൻ ചെയ്ത് ഫൈൻ ട്യൂൺ ചെയ്ത് അൾട്ടിമേറ്റ് ആയിട്ട് എവിടെയാണോ നമ്മൾ എത്തിക്കാൻ പറ്റുന്നത് അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇനി നിങ്ങളുടെ ഫീഡ്ബാക്ക് സമയമാണ്. ഇത് വളരെ നമുക്ക് ഓരോ ദിവസവും ഒരു 1, 2, 3 മണിക്കൂർ ഓരോ അഡീഷനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും, അല്ലെ പറ്റണം. പക്ഷെ അത് നമ്മുടെ ഒരു എന്താ പറയാ, ഗിവൺ ടൈം അല്ലെ, അതിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ അഭിപ്രായങ്ങൾ പറയാം, ഫീഡ്ബാക്ക്. ഈ ഒരു ടൈം പീരീഡിൽ വെച്ചിട്ട് ഏറ്റവും എന്താ പറയാ, ഒരുപാട് ഇൻഫർമേഷൻ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തു, ഒരുപാട് ചിന്തിക്കാൻ പറ്റി. അത് ശരിക്കും ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു ഇതായിരുന്നു. പക്ഷെ അതിനകത്ത് നിന്ന് നല്ല പോലെ മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിളായിട്ട് നന്നായിട്ട് പറഞ്ഞു തന്നു. ഒത്തിരി നന്ദി. വേണു സാർ എന്തൊക്കെയോ പറയാനായിട്ട് റെഡി ആയിരിക്കും നിൽക്കുന്നുണ്ട് സാർ. മുരളിജി, ഈ ടോപ്പിക് വളരെ ഇമ്പോർട്ടൻറ്റും റിലവൻറ്റുമാണ്. ആൻഡ് യുവർ പ്രസൻറ്റേഷൻ വാസ് റിയലി ഗുഡ്. നന്നായിട്ട് ഇത്രയും ടൈമിനകത്ത് പറഞ്ഞതെല്ലാം കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്ക്, മൾട്ടി ടാസ്കിങ് ആണ് വെച്ചാൽ ഈ സമയത്ത് തന്നെ വേറെ വല്ലതും ചെയ്തുകൊണ്ട് ഓൺ ചെയ്തിട്ട് അവർക്ക് മനസ്സിലാകത്തില്ല. ഇത് വന്നിട്ട് ഒരു സെക്കൻഡ് പോലും ഡിസ്ട്രാക്ട് ചെയ്യാതിരുന്ന് കേൾക്കണം. ഞാനിവിടെ അമേരിക്കയിലാണ്. ഞാനൊരു 1998 അപ്പോൾ എത്ര കൊല്ലമായി? 27 കൊല്ലത്തിന് മുൻപ് ഞാൻ മെഡിക്കൽ ഡോക്ടറാണ് ആൻഡ് ബിഹേവിയറൽ സയൻറ്റിസ്റ്റ്. ഇവിടെ ഒരു ചർച്ചിൽ, ന്യൂ ഏജ് ചർച്ച് എന്ന് പറഞ്ഞ്, അവിടെ ഞാൻ അന്നുണ്ടായിരുന്നു മിഷിഗനിലായിരുന്നു. അവിടെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മണി മുതൽ ഒരു 8:30 വരെ ഡിഫറെൻറ്റ് പ്രോഗ്രാംസ് അവിടെ ഫ്രീ ആയിട്ട് പബ്ലിക്കിന് ഇത് ചെയ്യും. അതിൽ ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ്, നാർക്കോട്ടിക്സ് അനോണിമസ് ഗ്രൂപ്പ്, ഗാംബ്ലേഴ്സ് അനോണിമസ് ഗ്രൂപ്പ്, ഇങ്ങനെ ഡിഫറെൻറ്റ് ഗ്രൂപ്പിൽ. അപ്പോൾ അവിടെ ആകുമ്പോൾ നമ്മൾ പേര് പറയേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണെന്ന് വെച്ചാൽ എല്ലാം അനോണിമസ് ആണ്. അവിടെ ചെന്ന് ഇരിക്കുക, അത് നമ്മുടെ പേരോ നാളോ നക്ഷത്രമോ ഒന്നും അറിയിക്കുന്നില്ല. സോ ഐ യൂസ് ടു ഗോ ദെയർ. എന്താണ് അവിടെ നടക്കുന്ന അറിയാനായിട്ട്. ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ആ ചലഞ്ചസ്, പ്രശ്നങ്ങൾ, ഏതിലാണ് അവർ അഡിക്റ്റഡ് എന്നുള്ളത്. നാർക്കോട്ടിക്സ് ആണ് വരുമ്പോൾ നമുക്ക് അവിടെ പോകുമ്പോൾ അറിയാം. ഇവിടെ വെച്ചാൽ ഓപ്പിയോയിഡ്സും നമ്മുടെ നാട്ടിൽ പറയുന്ന കഞ്ചാവ്, ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് സബ്സ്റ്റൻസ് ആണ് അന്ന്. ഇന്ന് അതെല്ലാം മാറി.
ഇന്ന് അതിൽ നിന്നൊക്കെ അപ്പുറത്തായിട്ട് ഫെന്റനൈൽ അതൊക്കെയാണ് ഇന്നത്തെ. അപ്പോൾ അവിടെ ഒരാൾ കാണും അതിനെല്ലാം കോർഡിനേറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കിയിട്ടില്ല, ഇറ്റ് ഈസ് എ റിയലി കാര്യമായിട്ടൊരു പ്രോബ്ലമാണ് ഇവിടെ. അതേപോലെ ഗാംബ്ലേഴ്സ് അനോണിമസ്, നിങ്ങളിത് പറഞ്ഞു. അതായത് അത് ഗാംബ്ലിങ്ങിനായിട്ടൊക്കെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു നേഴ്സ്, ആ നേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും പ്രായം, ദിസ് ഹാപ്പൻ ഞാൻ പറയുന്നത് ഒരു 20 കൊല്ലത്തിന് മുമ്പുള്ളതാണ്. രണ്ടുപേരുടെ പ്രായം അന്ന് തന്നെ ഒരു 50-ന് മുകളിലാണ്. രണ്ടുപേരും ദേ ഫയൽ ബാങ്ക്രപ്സി എന്നറിയാമല്ലോ. അതായത് കടമെല്ലാം വന്നിട്ട് കടം അടയ്ക്കാൻ പറ്റാതെ അവർ പേഴ്സണൽ ബാങ്ക്രപ്സി ഫയൽ ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി അവരോട് നല്ല റാപ്പ്, ഇവിടെയാണെന്ന് വെച്ചാൽ പ്രൈവസി വളരെ ഇതാണ്, കാര്യമായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ ചുമ്മാ ചോദിച്ചൊന്ന് അത് ദേഷ്യം വന്നു പറയും. നമ്മളത് എന്ത് പറ്റി ബാങ്ക്രപ്റ്റ് ആയെന്ന് പറഞ്ഞ് ചോദിച്ചാൽ അത് മതി പ്രശ്നത്തിന്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ചോദിച്ചതെന്ന് പറയാം, ഗാംബ്ലിങ്. ഇവർ വർക്ക് കഴിഞ്ഞാൽ പിന്നെ പോകുന്നത് ഈ നേരത്തെ നിങ്ങൾ മുരളിജി പറഞ്ഞതുപോലെ ഈ വൈ രാജ വൈ, 1 വെച്ചാൽ 2. ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അങ്ങനെ ഒരു 10 പൈസ 25 പൈസയൊക്കെ വെച്ച് പോയിട്ടുള്ളവരാണ്. എൻ്റെ പ്രീ ടീനേജ് ആൻഡ് ടീനേജ് ഡേയിൽ ഞാൻ താമസിച്ചിരുന്നത് ഒരു മാർക്കറ്റിനടുത്താണ്. അതിൻ്റെ അടുത്ത് സ്കൂൾ വിട്ട് വരുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെ കറക്കി കുത്ത് ഇങ്ങനെ ചീട്ട് വെച്ച് ഇതൊക്കെ കൊണ്ട് ഇങ്ങനെ കുറേ നേരം നോക്കിയിട്ട് വേറെ ആൾ അടിക്കുന്നു പോകുന്നു. ഇങ്ങനെ 4 അണ വയ്ക്കുന്നു, 8 അണ കിട്ടുന്നു, 8 അണ വയ്ക്കുന്നു, 1 രൂപ കിട്ടുന്നു. ആ പ്രായത്തിലൊന്നും അറിഞ്ഞുകൂടാ ഇതെല്ലാം ഒത്തുകളിയാണെന്നുള്ളതൊക്കെ, അവരുടെ ആളാണെന്നുള്ളതൊക്കെ. ഞാൻ കയ്യിലുള്ള 4 അണ വയ്ക്കുന്നു, പോയി കിട്ടി. ഇങ്ങനെ അതേപോലെ ഒരു കുറേ തവണ 4 അണ 8 അണ എല്ലാം പോയി കിട്ടിയവരാണ് ഞാൻ. സോ ദിസ് ഇസ് എ റിയൽ ബിഗ് പ്രോബ്ലം. ആൻഡ് റൈറ്റ് നൗ ആസ് യു സെഡ്, നാട്ടിൽ ഒരുപാട് പേര് അവരുടെ ടൈം കംപ്ലീറ്റ് ആയിട്ട് യൂസ്ലെസ് ആൻഡ് അൺപ്രൊഡക്റ്റീവ് ഇതിലോട്ട് പോകുന്നത് ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് അഡിക്ഷൻ. എനിവേ ഐ വാണ്ട് ടു ഷെയർ ദീസ് തോട്ട്സ് ആൻഡ് ഇറ്റ്സ് എ വെരി ഗുഡ് ടോക്ക്. ഇതിനെ നിങ്ങൾ എന്നെ ഒരു 6 or 7 സെഗ്മെന്റ് ആക്കി അവതരിപ്പിച്ചു കഴിഞ്ഞാൽ താല്പര്യം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇതുപോലുള്ള ടോക്ക് കേൾക്കാനായിട്ട് നമ്മുടെ നാട്ടിലെ കോഴിക്കുഞ്ഞുങ്ങൾക്ക്, ഞാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ്, കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും താല്പര്യമില്ല കേട്ടോ. അവരിപ്പോഴും വെട്ടിപ്പ് തട്ടിപ്പിന് വേണ്ടിയിട്ട് ഹൗ ടു മേക്ക് 1 കോടി എങ്ങനെ ഒരു മാസത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞ് മുരളിജി ടോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കംപ്ലീറ്റ് ഒരു 100-150 പേര് കാണും കേട്ടോ. 1 കോടി രൂപ ഒരു മാസത്തിൽ എങ്ങനെ ഉണ്ടാക്കാം മതി ടൈറ്റിൽ. ദിസ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്, താങ്ക് യു. സാർ ഓ, വളരെ നല്ല സെഷൻ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു 50 മിനിറ്റ് ഒക്കെ കൊണ്ട് ഏറ്റവും സിദ്ധ കാര്യങ്ങൾ നന്നായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റി. ഒരു പേരന്റ് എന്നുള്ള രീതിയിലാണെങ്കിലും അല്ല ഒരു സോഷ്യൽ എന്നുള്ള രീതിയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളെ കുറിച്ച് സാർ ഏറ്റവും സിദ്ധ ഇതിനകത്ത് ഉണ്ടായിരുന്നു. വളരെ നല്ല ക്ലാസ്. താങ്ക് യു സാർ, ഇത്രയും നല്ലൊരു ക്ലാസ്. താങ്ക് യു. മുരളിജി, നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നിങ്ങളുടെ പ്രൈമറി പ്രൊഫഷൻ എന്താണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ? ഞാനിപ്പോ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട് സാർ, ഒരു ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഓക്കെ. പിന്നെ അതോടൊപ്പം ഇതുപോലുള്ള ചില കൗൺസിലിംഗ് അതുപോലെ ഉള്ള ചില പരിപാടികളുണ്ട്. പിന്നെ കരിയർ കൗൺസിലിംഗ് ഉണ്ട്. അതൊന്നും ഒരു പ്രധാനപ്പെട്ട ആക്ടിവിറ്റി ആയിട്ട് പോകുന്നില്ല. മെയിൻ ആക്ടിവിറ്റി ടീച്ചേഴ്സ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണോ മെയിൻ ആക്ടിവിറ്റി? ഇപ്പോഴതാണ്. അതെ, ഇപ്പോഴതാണ്. വെരി ഗുഡ്, വെരി ഗുഡ്. എത്ര പേരുണ്ട് അവിടെ വരുന്നത് ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന്? അത് ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നതാണ്. അവിടെ ഇപ്പൊ ഒരു ഓരോ സെഷനിലൊരു 30-35 അങ്ങനെ ഓൺലൈനിലും ഓഫ്ലൈനിലും ഉണ്ട്. അത് രണ്ടിലും ഓൾറെഡി ടീച്ചേഴ്സ് ആയിട്ട് ജോലി ചെയ്യുന്നവരാണോ ഓർ ദോസ് ഹു വാണ്ട് ടു ബിക്കം ടീച്ചേഴ്സ്? ടീച്ചർ ആക്കുകയാണ് അവരെ, നമ്മളെ അപ്കമിങ് ടീച്ചേഴ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, റോഫ് സാർ എന്തോ പറയാൻ പോകുന്നുണ്ടായിരുന്നല്ലോ. സാറിന്റെ നല്ല സെഷൻ ആയിരുന്നു. നന്നായിട്ട് തന്നെ പറഞ്ഞു അഡിക്ഷനെ കുറിച്ച്. ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, ഈ മെഡിറ്റേഷൻ ചെയ്യുന്നത്. മെഡിറ്റേഷൻ എന്ന് പറയുമ്പം നമ്മൾ ആദ്യം ബ്രീത്ത് എടുക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഡോണ്ട് തിങ്ക് അബൌട്ട് എനിത്തിങ് എന്നുള്ളതാണ്. അതായത് ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു കോമഡി വീഡിയോ ആണ്. അപ്പോൾ അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളോട് പറയണം ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷാ മാമിന് ചിരി വരുന്നുണ്ട്. മാം കണ്ടിട്ടുണ്ട് ആ വീഡിയോ. ഒന്നിനെ കുറിച്ചും ചിന്തിക്കരുത് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെപ്പറ്റി മാത്രമേ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുപോലെയാണ് ഈ അഡിക്ഷൻ്റെ കാര്യവും. നമ്മൾ അഡിക്ഷൻ ഒഴിവാക്കാൻ ശ്രമിക്കും തോറും വീണ്ടും വീണ്ടും അതിലേക്ക് പോവുക ചെയ്യുക. അപ്പം സാറിനെ നേരത്തെ പറഞ്ഞ പോലെ റീപ്ലേസ് വിത്ത് മീനിങ് ഫുൾ ആക്ടിവിറ്റീസ്. ഉള്ള അഡിക്ഷൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റി ഒഴിവാക്കാനുള്ള ശ്രമത്തേക്കാൾ നല്ലത് മറ്റു മീനിങ് ഫുൾ ആയിട്ടുള്ള നമുക്ക് ഹാപ്പിനെസ് തരുന്ന ആക്ടിവിറ്റീസുമായിട്ട് ലോങ് ടേം ഗോളൊക്കെ പോലെയുള്ള ആക്ടിവിറ്റീസുമായിട്ട് റീപ്ലേസ് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. എന്തായാലും വളരെ നല്ല സെഷനായിരുന്നു. താങ്ക് യു സർ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സാർ അതിൻ്റെ എല്ലാ ഒരു 360 ഡിഗ്രിയിലുള്ള ഒരു വ്യൂ കിട്ടി. താങ്ക് യു സർ. താങ്ക് യു. റൌഫ്ജി, ലോസ് ആഞ്ചലസ് സുഖം തന്നെയല്ലേ? ഓ സുഖമാണ്. രാവിലെ എണീറ്റതേ ഉള്ളൂ. ശരി. Thank you. വേണു സാർ എവിടെയാ അമേരിക്കയില്? ഓ അല്ല, ഞാനിവിടെ കാൻസാസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. ചില മിക്കവർക്കും കേട്ട് കാണത്തില്ല. ചില ഇന്ത്യയിൽ ചില സ്റ്റേറ്റുകൾ, ഇവിടെ അടുത്ത് വന്ന് അമേരിക്ക ഒരാളത് ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞാൽ കേട്ട് പോലും കാണത്തില്ല. ആൾക്ക് ആപ്പിടെ അറിയാവുന്നത് ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ. അതുപോലെ നാട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂയോർക്ക്, ഈ പറഞ്ഞ പോലെ കാലിഫോർണിയ. ഇത് കാൻസാസ് എന്ന് പറയും. KANSAS. ഇതൊരു മിഡ് വെസ്റ്റ്. ഇത് വലിയ പ്രമാദമായിട്ടുള്ള സ്ഥലമൊന്നും അല്ല. ഇവിടെ കൂടുതലും കൃഷിക്കാരാണ്. കൃഷിയാണ് ഇവിടുത്തെ മെയിനായിട്ട് ഫാമിങ്ങിന്റെ. ഇവിടെ ആയിട്ട് ഞാനിപ്പോൾ ഈ സ്റ്റേറ്റിലായിട്ട് ഒരു 11 കൊല്ലമായി. ദെൻ ഈ ഇദ്ദേഹം അബ്ദുൽ ജി പറഞ്ഞപ്പോൾ എനിക്ക് ചിരിക്കാമെന്ന് തോന്നിയ ഒരു പഴയൊരു ഇൻസിഡന്റ് പറയാം. അതായത് ഒന്ന് ചിന്തിക്കരുതെന്ന് പറയുമ്പോൾ മെഡിറ്റേഷൻ തോട്ട് വരുന്ന പോലെ പണ്ട് ഞാൻ പറയുന്ന ഒരു 40-50 കൊല്ലത്തിന് മുമ്പ് ഞാൻ അന്ന് കേട്ട ഒരു ഇതാണ്. അതായത് കരിങ്കുരങ്ങ് രസായനം. ആ കരിങ്കുരങ്ങ് രസായനം കഴിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമെല്ലാം വളരെ കൂടും, മസിലെല്ലാം ഡെവലപ്പ് ചെയ്യും. പക്ഷെ ഒരു ഇതുണ്ട്, ആ കുപ്പി ബോട്ടിൽ തുറക്കുമ്പോൾ കരിങ്കുരങ്ങിനെ കുറിച്ച് ഓർക്കരുത്. കരിങ്കുരങ്ങിനെ കുറിച്ച് ഓർത്ത് കഴിഞ്ഞാൽ അതിന്റെ ഫലം ഒന്നും കിട്ടത്തില്ല. ഓരോ തവണ തുറക്കുമ്പോൾ ആദ്യം കരിങ്കുരങ്ങ് ഓർമ്മ വരും. അപ്പൊ ഫലത്തിൽ അത് അതിന്റെ ഫലം കിട്ടത്തില്ല. അപ്പൊ യു കനോട്ട് ബ്ലെയിം ദി മാനുഫാക്ചർ. അയാൾ പറഞ്ഞു ഇത് വർക്ക് ചെയ്യുന്നില്ല, എനിക്ക് മസിലൊന്നും ആയിട്ടില്ല, നിങ്ങൾ കരിങ്കുരം കുറച്ച് ഓർത്തോ? ആ ഓർത്തു. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഓർക്കരുത് ഞാൻ പറഞ്ഞതല്ലേ. അതുപോലെയാണ്. ഇനി ആർക്കും ഫീഡ്ബാക്ക് ഒന്നും തരാനില്ലാന്ന് തോന്നുന്നു. അപ്പോൾ മുരളി സർ വളരെ മനോഹരമായ ഒരു സെഷൻ തന്നെയായിരുന്നു. ചുരുങ്ങിയ സമയത്തിൽ നമ്മൾ പറഞ്ഞ ആ സമയത്തിനുള്ളിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അതിൽ ഇൻക്ലൂഡ് ചെയ്ത് തന്നെ സംസാരിച്ചു. ഓരോ എന്താ പറയുക, ഓരോ മിനിറ്റ് ഓരോ സെക്കൻഡും ശരിക്കും കേൾക്കുന്ന ആൾക്ക് വാല്യുബിൾ ആയിട്ട് തന്നെയാണ് പറഞ്ഞത്. അതുപോലെ ഓരോ ഹാബിറ്റും അല്ലെ, പൊതുവെ നമ്മളോട് എല്ലാവരും എഡിക്ഷൻ നിർത്താൻ പറയും, ഒഴിവാക്കാൻ നോക്കൂ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒഴിവാക്കാൻ നോക്കൂ എന്ന് പറയുമ്പോൾ വീണ്ടും നമുക്ക് അതിലേക്ക് തന്നെയാണ് നമ്മൾ അട്രാക്റ്റഡ് ആവുന്നത്. അതിനെ റീപ്ലേസ് ചെയ്യുകയാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള, നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായി റീപ്ലേസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം എന്നുള്ളത്. അതുപോലെ കുട്ടികളുടെ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് വിത്ത് എക്സാമ്പിൾസ് വളരെ ലൈവായിട്ട് തന്നെ നമുക്ക് വിഷ്വലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ ടോപ്പിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇൻട്രോ പറഞ്ഞ അബ്ദുൾ റൌഫ് സർ നല്ലൊരു ഇൻട്രോ തന്നെ തന്നു. അപ്പൊ രണ്ടുപേരും കൂടി നല്ല മികച്ച ഒരു സെഷൻ തന്നെയാണ് ഇന്ന് കാഴ്ചവെച്ചത്. താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ സെഷന് ജോയിൻ ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട്. നമ്മൾ ട്രെയിനേഴ്സ് ടോക്കിന്റെ ഒരു സെഷനിലാണ് ഇപ്പോൾ പങ്കെടുത്തത്. ഇതുപോലെ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് വ്യാഴാഴ്ച വൈകിട്ട് 7 മണിക്ക് കാണാം. അന്നും ഇതുപോലെ എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. വെൽക്കം. ഇനി റിവേർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വിംബിൾ ട്രെയിനിങ് ഗ്രൂപ്പ് ഓപ്പൺ ആയിരിക്കും. അതിൽ നിങ്ങൾക്ക് ഫീഡ്ബാക്കുകൾ ഇടാം. ഓക്കെ, താങ്ക് യു.